കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥന എന്ന വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. और पिछले दिनों में हमने प्रार्थना का विषय में हम मनन कर रहा था. 2-3 ദിവസം കൊണ്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രാർത്ഥിക്കേണ്ടത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു. प्रार्थना क्या है, कैसे प्रार्थना करना है, प्रार्थना में क्या विषय है, ये सब 2-3 दिन से आप लोगों के साथ बांटने के लिए प्रभु ने सहायता किया. ഒരാൾ പ്രാർത്ഥിക്കേണ്ട രീതി എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. प्रार्थना करने का रीति, किस प्रकार प्रार्थना करना है, उसके बारे में भी बोला. അതിനാധാരമായിട്ട് ഒരു തിരുവെഴുത്ത് നമുക്ക് വായിക്കാം. और फिर से उसका आधार पर एक वचन पढ़ने के लिए चाहता हूँ. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്ക്. दानियल का पुस्तक बाइबल से उसका 6वीं अध्याय उसका 10वीं कलम हम पढ़ेंगे. दानियल 6:10. ദാനിയേലിന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ये വായിക്കുന്നത്. 6ठी अध्याय में हमने जो पढ़ा दानियल का प्रार्थना का विषय में. ദാനിയേൽ ഒരു സാധാരണ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നില്ല. दानियल एक साधारण प्रार्थनावादी व्यक्ति नहीं था. ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള ഒരാളായിരുന്നു. उसके अंदर प्रार्थना का जीवन और जीवित था. 6-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, हम 6ठी अध्याय उसका 28 कलम में पढ़ते हैं. പാർസി രാജാവായ കോരശന്റെ വാഴ്ചയിലും ദാരിയാവേശന്റെ വാഴ്ചയിലും ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു എന്നാണ്. फारसी राजा खुसरू का और राज्य में उसी प्रकार और दारिया का समय में भी वो चैन से रहा. ഒരാൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? एक व्यक्ति अनुग्रह होने के लिए क्या करना है? നമ്മൾ അനുഗ്രഹത്തിന്റെ പുറകെ യാത്ര ചെയ്യുകയല്ല വേണ്ടത്. हम आशीष के पीछे हम जाना नहीं है. ഒരു ജീവിത ശൈലി നമ്മൾ രൂപപ്പെടുത്തിയെടുത്താൽ അനുഗ്രഹം നമ്മുടെ പുറകെ വരും. एक हमारा जीने का एक रिद्धि होना है. उस रिद्धि में हम चलने से आशीष हमारा पीछे आ जाएगा. ദാനിയേലിന്റെ ജീവിതത്തിൽ 3 ജീവിത സ്വഭാവങ്ങൾ പഠിക്കുവാൻ കഴിയും. दानियल के जीवन में है 3 प्रकार का उनका जीवन को हम देखते हैं. ഒന്നാമതായി ദാനിയേൽ ഹൃദയത്തിൽ പ്രമാണമുള്ള ഒരാളായിരുന്നു. और पहली बात है उसका हृदय में परमेश्वर का वचन था. അത് 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. और वो हम दानियल 1:8 में पढ़ता है. അതുകൊണ്ടാണ് രാജാവ് നൽകിയ രാജകീയമായ ഭോജനങ്ങൾ താൻ വേണ്ടെന്ന് വെച്ചത്. इसलिए राजा ने दिया हुआ भोजन और वो मना किया था. രണ്ടാമത്തെ ആശയം 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ്. और दूसरा 6ठी अध्याय का 4था कलम में हम देखते हैं. അവൻ സകലത്തിലും വിശ്വസ്തനായിരുന്നു എന്ന് കാണുന്നു. और वो सब बातों में विश्वास योग्य था. വിശ്വസ്തത ഭൂമിയിൽ നിന്നാണ് മുളച്ചു വരുന്നത് എന്ന് വചനം പറയുന്നു. परमेश्वर का वचन में लिखा विश्वास योग्यता धरती से उगता है. അത് നമ്മുടെ മനസ്സിൽ നിന്നും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. क्योंकि हमारे मन के अंदर से उगने वाला चीज होना चाहिए. കുറച്ചു കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്ന കുറച്ചു പേരെ നമുക്കറിയാം. और कुछ बातों में विश्वास योग्यता के साथ जीने वाला कुछ लोगों को हम देखते हैं. എന്നാൽ ദാനിയേൽ എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തനായിരുന്നു. दानियल हर बातों में विश्वास योग्य थे. അതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. इसलिए परमेश्वर ने उसको आशीष किया. അവൻ രാജ്യത്തെ രണ്ടാമനായിട്ട് വാഴുവാനിടയായി. उस राज्य में और दूसरा और राजा के बाद दूसरा स्थान उसने अलंकार किया है. ഒന്നാമത് പ്രമാണമുള്ളവനായിരുന്നു. पहले क्या उसके अंदर ऐसा परमेश्वर का वचन से चलता था. രണ്ടാമത് വിശ്വസ്തനായിരുന്നു. दूसरा विश्वास योग्य जीवन बिताता था. മൂന്നാമത് അവൻ പ്രാർത്ഥന ജീവിതമുള്ളവനാണ്. तीसरा क्या है, प्रार्थना का जीवन उसके अंदर था. അതാണ് നമ്മൾ 6-10 വായിച്ചത്. वही हमने 6:10 में पढ़ा. അവിടെ 6 കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. वहां पर 6 बातें इस प्रार्थना में हम देखते हैं. ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ 6 സവിശേഷതകൾ ആണ് അവിടെ കാണുന്നത്. और दानियल का प्रार्थना का जो 6 विशेषता हम देखते हैं. ഒന്ന്, വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥനയാണ്. और पहली बात 10वीं कलम में लिखा है उसका घर पर गया. 2, കിളിവാതിൽ തുറന്നിട്ടുകൊണ്ടുള്ള പ്രാർത്ഥന. दूसरा आकाश का उसका जो आकाश का बारी खोल कर प्रार्थना किया. മൂന്നാമതായി മുൻപേ ചെയ്തു വന്നതുപോലെയുള്ള പ്രാർത്ഥനയാണ്. तीसरा है पहले जो करते आ रहे थे उसी प्रकार उसने प्रार्थना की. ഇതെല്ലാം ആ വേദഭാഗത്തിലുണ്ട്.
ये सब उस वजन में है। നിങ്ങൾ നോക്കിയാൽ കാണുവാനായിട്ട് സാധിക്കും. आप ये सब देखने से आपको मालूम पड़ेगा। നാലാമതായി ദിവസത്തിൽ 3 നേരമുള്ള പ്രാർത്ഥനയാണ്. और तीसरी बात है और चौथी बात है एक दिवस में 3 बार प्रार्थना करता था। അഞ്ചാമതായി മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയാണ്. और पांचवी बात है घुटना टेक कर प्रार्थना करता था। ആറാമതായി സ്തോത്രം ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥന. और छठवीं बात है उसकी प्रार्थना धन्यवाद के साथ प्रार्थना करता था। നമ്മുടെ വീട്ടിലേക്ക് ചെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. और पहली बात है हम घर पर जाकर प्रार्थना करना। ഒരാളുടെ ആത്മീയത മനസ്സിലാക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്നാണ്. और एक व्यक्ति का आत्मिक जीवन को कैसे हम समझेगा और घर से ही उसका जीवन और किस प्रकार बिताता है उसी प्रकार है। ഒരു മനുഷ്യന് 2-3 സ്ഥലങ്ങൾ സുരക്ഷിതത്വം നൽകുന്ന സ്ഥലങ്ങളാണ്. और एक व्यक्ति को 2-3 जगह है उसका सुरक्षा मिलता है। അമ്മയുടെ ഗർഭപാത്രം സുരക്ഷിതത്വം നൽകുന്ന സ്ഥലം. माँ का पेट और एक छोटे बच्चे के लिए सुरक्षा का जगह है। ചർച്ച് ദൈവസഭ നമുക്ക് നൽകും. परमेश्वर का कलीसिया हमारे लिए एक सुरक्षा का जगह है। സ്വന്തം വീട്ടിലും സുരക്ഷിതം ഉണ്ടാവും. हमारे घर पे भी हमें सुरक्षा है। ആദ്യത്തെ 2 സ്ഥലങ്ങളിലും സുരക്ഷിതം നഷ്ടപ്പെടാം. और पहला 2 जगह पर हमें सुरक्षा नष्ट हो सकता है, എന്നാൽ വീട്ടിലെ സുരക്ഷിതം ഒരിക്കലും क्योंकि നഷ്ടപ്പെടില്ല. हमारा घर में हम सुरक्षित रहेगा। ദാനിയേൽ വീട്ടിലേക്ക് പോകാൻ കാരണമുണ്ട്. और दानियल घर पर जाने का भी कारण है। രേഖ എഴുതിയത് രാജാവാണെങ്കിലും और राजा और उसके विरोध में एक लेखा लिखा था। അതിനേക്കാൾ വലിയവൻ തന്റെ വീട്ടിലുണ്ട് എന്ന വിശ്വാസം उसको मालूम है मेरे घर में जो एक व्यक्ति है वो महान है और राजा से भी महान है। അതുകൊണ്ട് വീടുകളിൽ നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും ഉണ്ടാകണം, ഉയരണം. इसलिए हमारा घर पर हमारा प्रार्थना आराधना सब घर पे ही चलना है। രണ്ടാമത് അവിടെ ചിന്തിക്കുന്ന കിളിവാതിൽ തുറന്നിട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. और दूसरा उनका घर का जो बारी है बारी खोल कर प्रार्थना किया है। 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിന്റെ 46 മുതൽ അത് വായിക്കുന്നുണ്ട്. और पहला राजाओं का पुस्तक 8 अध्याय उसका 46 कलम से हम पढ़ते हैं। എവിടെയാണോ ഇസ്രായേൽ ജനം അടിമകളായി പോകുന്നത് जहां कहीं भी इसराइल लोग जो गुलामगिरी में गए हैं, അവിടെ നിന്ന് അവർ യെരൂശലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം. क्योंकि वहां से जब वो प्रार्थना करने के समय में यरूशलेम जगह में उसकी ओर देखकर प्रार्थना करता था। അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം അവർക്ക് വിടുതൽ കൊടുക്കുന്നത്. ऐसा प्रार्थना करने से परमेश्वर उनको छुटकारा देता था। വാഗ്ദത്തങ്ങളുടെ നേരെയാണ് അവൻ വാതിൽ തുറന്നിട്ടത്. परमेश्वर का वायदा उनके जीवन में है, उस वायदे के और देखकर प्रार्थना करता था। നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, आप विश्वास के साथ प्रार्थना करने से, വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചാൽ परमेश्वर का वायदा को पकड़कर प्रार्थना करने से നിങ്ങളുടെ മുൻപാകെ വാതിലുകൾ തുറക്കപ്പെടും. आपके सामने हर द्वार दरवाजा खुल जाएगा। കർത്താവായ യേശുവിന്റെ മുമ്പിൽ വാതിലുകൾ അടയപ്പെടുകയില്ല. प्रभु यीशु मसीह के सामने किसी भी द्वार बंद नहीं होगा। അതുകൊണ്ടാണ് അടച്ചിട്ട വാതിലിനകത്ത് യേശു പ്രത്യക്ഷനായി. इसलिए प्रभु यीशु मसीह चले लोगों को प्रकट हुआ है। घर जो बंद था उस घर के अंदर ही प्रभु यीशु मसीह प्रकट हो गया। ദൂതന്മാരുടെ മുൻപിലും വാതിൽ അടയുകയില്ല. और स्वर्गदूत जहां है वहां पर भी द्वार खुल जाएगा, बंद नहीं होगा। അതുകൊണ്ടാണ് ദാനിയേലിന്റെ സിംഹക്കുടിയിൽ സിംഹത്തിന്റെ വായ് इसलिए दानियल का जो सी की जो बेल है उसके अंदर भी और स्वर्गदूत उतर कर आया, वहां पर द्वार बंद नहीं था। പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് ദൂതന്മാർ വിടുവിച്ചത് क्योंकि पत्रोस को जेल खाने के अंदर से परमेश्वर ने छुड़ाया। ആരാധിക്കുന്നവരുടെ മുമ്പിലും വാതിൽ അടയുകയില്ല. आराधना करने वाले के सामने भी कोई भी दरवाजा बंद कर नहीं सकता। പൗലോസും ശീലാസും കൂടെ ദൈവത്തെ ആരാധിച്ചു. पौलुस और सीलास परमेश्वर की आराधना किया കാരാഗൃഹത്തിന്റെ അടിത്തറകൾ ദൈവം കുലുക്കുവാനിടയായി. और आराधना में और जेल खाने का नींव को परमेश्वर हिला दिया। നിങ്ങൾ നന്നായി ദൈവത്തെ ആരാധിച്ചാൽ, और हम अच्छे आराधना करने से, സമ്പൂർണ്ണ സമർപ്പണത്തോടെ ദൈവത്തെ ആരാധിച്ചാൽ संपूर्ण समर्पण के साथ हम प्रभु की आराधना करने से ദൈവം അനേക സ്ഥലങ്ങളെ കുലുക്കി ഉണർത്തുവാനിടയായി. परमेश्वर कई सारे जगह को हिलाएगा। ഹല്ലേലൂയ. हालेलुया। നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. हम तीसरी बात में आएंगे, ഈ 2 കാര്യങ്ങൾ ഞങ്ങൾ ഒന്ന് ചിന്തിച്ചു വിട്ടതാണ്. क्योंकि हम सुबह का समय में वो मनन करके छोड़ा। ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ പ്രത്യേകത, और दानियल का प्रार्थना का तीसरा विशेषता, മുൻപേ ചെയ്തു വന്നതുപോലെയുള്ള പ്രാർത്ഥന. पहले जो करते आ रहे थे उसी प्रकार का प्रार्थना। എക്സ്പെഷ്യലി ഒരു പ്രത്യേക ഒരു പ്രാർത്ഥന ദാനിയേലിന് ഇല്ല എന്ന് മനസ്സിലാക്കാം. क्योंकि हमारे के खास कोई प्रार्थना दानियल के लिए नहीं है। നമ്മളൊക്കെ എപ്പോഴാ പ്രാർത്ഥിക്കുന്നത്? हम लोग कभी प्रार्थना करते हैं?
എന്തെങ്കിലും പ്രത്യേകത വരുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്. हमें कोई खास बातें घटना घटती है तभी हम प्रार्थना करते हैं. പരീക്ഷയാണ് പ്രാർത്ഥിക്കണം. और परीक्षा आते है तभी बोलेगा प्रार्थना करना. എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ പ്രാർത്ഥിക്കണം. आर्थिक समस्या आने से बोलेगा प्रार्थना करना. രോഗമാണ് പ്രാർത്ഥിക്കണം. बीमार आने से बोलेगा प्रार्थना करना. ഒരിക്കൽ എൻ്റെ സഭയിൽ ഒരു സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ വീട്ടിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെക്കണം. और एक बार एक भाई मुझे फोन करके बोला, पास्टर साहब मेरा घर में 3 दिन उपवास प्रार्थना रखना. ഇന്ന് വരെ പുള്ളി സഭയിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടില്ല. जिंदगी में कभी चर्च में उपवास प्रार्थना रखते कभी आया ही नहीं. അപ്പൊ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, तभी पास्टर साहब ने उनके पत्नी को कहा, ഇന്ന സഹോദരനാണ് വിളിക്കുന്നത്, और फलाना भाई ने फोन किया വീട്ടിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന വേണമെന്നാ പറയുന്നത്. और घर में 3 दिन उपवास प्रार्थना रखने के लिए बोला. ആത്മീയത കൊണ്ടൊന്നുമല്ല, उसका आत्मीयता का कारण से नहीं है ഏതോ കുഴിയിൽ ചാടിയിട്ടുണ്ട്, और किसी भी प्रकार का गड्ढे में गिर गया है, എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. और कोई भी समस्या आया है. ഈ പ്രശ്നം വരുമ്പോഴാണ് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത്. हम लोग कभी प्रार्थना करते हैं समस्या जीवन में आने से प्रार्थना करते हैं. നമ്മളൊക്കെ അങ്ങനെയല്ലേ? हम लोग भी ऐसा नहीं है क्या? എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്. हमारे जीवन में किसी प्रकार की समस्या आएगा तभी प्रार्थना करेंगे. കർത്താവ് അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. प्रभु यीशु मसीह ने ऐसा नहीं सिखाया. കർത്താവ് പഠിപ്പിക്കുന്ന മുൻപേ പ്രാർത്ഥിക്കണമെന്നാണ്. प्रभु यीशु मसीह चाहता है हम पहले से प्रार्थना करना. ഇന്നലെ ഞങ്ങൾ കർത്തൃ പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. और कल मैं यीशु मसीह का प्रार्थना के बारे में सिखाया था. അതിൽ 6ാമതൊരു പ്രാർത്ഥനയുണ്ട്. वहां पर 6वां एक प्रार्थना है. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ എന്നാണ് പറയുന്നത്. यीशु का प्रार्थना में आखिरी में इसी प्रकार में परीक्षा में ना लाना. നമ്മൾ പരീക്ഷയിൽ അകപ്പെട്ട ശേഷമല്ല പ്രാർത്ഥിക്കേണ്ടത്. हम परीक्षा में होने के बाद ही प्रार्थना नहीं करना. പിശാചിനോട് അടുക്കാതിരിക്കാനാണ് പ്രാർത്ഥിക്കേണ്ടത്. शैतान में फंदे में फंसाने से पहले प्रार्थना करना. ഇന്ന് ആളുകൾ നേരെ തിരിച്ചാണ്. अभी आजकल हम उल्टा करता है. പിശാചിന്റെ കൂടെ നടക്കുകയാണ്. शैतान के साथ चलते हैं അവന്റെ കൂടെ തോളെ കൈയിട്ട് നടക്കുകയാണ്. और उनका कंधे पर कंधा मिलाकर चलते हैं അവനുമായിട്ട് എല്ലാ ഇടപാടുകളും ഉണ്ട്. और उनके साथ हर प्रकार का धंधादारी चलते हैं. എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ യേശു നാമത്തിൽ ഭോ വിജായി എന്ന് പറയും. फिर यीशु के नाम से और जा शैतान करके बोलता है. അങ്ങനെ പറഞ്ഞാലൊന്നും പുള്ളി പോകത്തില്ല. ऐसा बोलने से शैतान नहीं जाएगा, കുറെ തുപ്പലം പോകുന്നു മാത്രമേ ഉള്ളൂ. हमारा थूकी चले जाएगा. അത് പോകണമെന്നുണ്ടെങ്കിൽ അവരുമായി കൂട്ടുകൂടാതിരിക്കണം. और शैतान अपने नजदीक नहीं आना, अपने से दूर होने के लिए शैतान के साथ कोई रिश्ता हमारा होना नहीं चाहिए. ബൈബിൾ പറയുന്നു പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, भाजन में बाइबल में इसी प्रकार करता है, शैतान का सामना करो, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ऐसा तो तुमको छोड़कर चले जाएगा. നമ്മൾ അവനോട് കൂട്ടുകൂടാതിരിക്കാൻ ശ്രമിക്കണം. क्योंकि शैतान के साथ कोई संगति नहीं रखना. നേരത്തെ പ്രാർത്ഥിച്ചു തുടങ്ങണം. इसलिए पहले से दुख आने से पहले प्रार्थना करना. ചില ആളുകൾ ഈ ചില ഭാഗത്ത് ചിറ കെട്ടാൻ, അണക്കെട്ട് പോലെ ചില ചിറകൾ കെട്ടാറുണ്ട്. और कुछ लोग कुछ बांधता है. അത് മഴയ്ക്ക് മുൻപാണോ ചിറ കെട്ടേണ്ടത്, മഴ വന്നതിന് ശേഷമാണോ ചിറ കെട്ടേണ്ടത്? क्योंकि बारिश आने से पहले बांधना है और बारिश आने के बाद बांधना है. മഴ പെയ്യുമ്പോഴല്ല ചിറ കെട്ടേണ്ടത്. क्योंकि बारिश गिरने के समय में बांध नहीं और बांधना है. അങ്ങനെ ചെയ്താൽ അത് മഴവെള്ളത്തിൽ പോകും. ऐसा करने से क्या हो जाता है, बारिश का पानी आएगा, सब क्या है वो बांध भी निकल जाएगा. മഴ വരുന്നതിന് മുൻപേ ചിറ കെട്ടണം. इसलिए बारिश गिरने से पहले क्या करना है, ये बांधना है. യേശു പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. प्रभु यीशु मसीह ने क्या कहा, സംഭവിപ്പാൻ പോകുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടതിന് പ്രാർത്ഥിപ്പി. जो घटना घटने से पहले उसमें से बचने के लिए प्रार्थना करना. സംഭവിച്ച് കഴിഞ്ഞ ശേഷം പ്രാർത്ഥിക്കാനല്ല वो പറയുന്നത്. घटना घटने के बाद ही प्रार्थना नहीं. ഹല്ലേലൂയ, हालेलुया, പ്രൈസ് ദി ലോർഡ്. हालेलुया. നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ചു തുടങ്ങണം. इसलिए हम क्या है, पहले से प्रार्थना करके चालू करना है. ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. दूसरे एक उदाहरण भी मैं बताना चाहता हूँ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ ഒരു കഥാപാത്രമുണ്ട്. ഉൽപ്പത്തി 19 और उत्पत्ति का पुस्तक 19 अध्याय में एक व्यक्ति है, ലോത്ത് എന്നാണ് അവന്റെ പേര്. उसका नाम लूत है. ലോത്ത് താമസിക്കുന്ന പട്ടണം നശിപ്പിക്കാൻ പോവുകയാണ്. और लूत जहाँ रहता है उस देश को नाश करने वाला था. ആ പട്ടണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ദൈവം പറഞ്ഞു. क्योंकि परमेश्वर ने कहा उस और शहर से तुम बचना है, भागना है. ലോത്ത് ഓടി രക്ഷപ്പെടുകയാണ്. और लूत वहां से भाग रहा है. ലോത്തിന്റെ ഭാര്യ അവിടെ തിരിഞ്ഞു നോക്കി ഉപ്പ് തൂണായി മാറുകയും ചെയ്തു. क्योंकि लूत की पत्नी क्या है, पीछे पीछे
और दौड़ करके आए, पीछे मोड़ कर देखा, वहां पर नमक का खंबा बना है പക്ഷെ ലോത്ത് രക്ഷപ്പെട്ടു. और लूत बच गया। ലോത്ത് ഓടിയത് കൊണ്ടല്ല രക്ഷപ്പെട്ടത്. लूत दौड़ने से बचा नहीं है, അതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. उसके पीछे एक इतिहास है। ദൂതന്മാർ ഇങ്ങനെ ലോത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. और स्वर्गदूत लूत के घर में गया, അങ്ങനെ പോകുമ്പോൾ അബ്രഹാമിന്റെ വീട്ടിൽ അവർ കയറി. क्योंकि तभी क्या है, जाते समय में इब्राहिम के घर पर आ गया। അബ്രഹാം അവർക്ക് ആഹാരം കൊടുത്തു. अब्राहम उसको भोजन दिया അതിനുശേഷം ഒരു പ്രാർത്ഥനയുണ്ട്. और उसके बाद एक प्रार्थना है ദൂതന്മാരുടെ കാൽക്കൽ അബ്രഹാം വീണ് കിടക്കുകയാണ്. और स्वर्गदूतों का पैर में वो गिर पड़ा था എന്നിട്ട് ഓരോന്ന് ചോദിക്കുവാൻ തുടങ്ങി. और इसी प्रकार पूछने लगा, ആ പട്ടണത്തിൽ 50 പേരുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ എന്ന് हे ചോദിച്ചു. परमेश्वर, उस शहर में 50 लोग हैं तो उस शहर को आप नाश करेगा क्या? ദൈവം പറഞ്ഞു നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. परमेश्वर ने कहा नहीं, मैं नाश नहीं करूंगा। 40 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? और वहां पर 40 लोग हैं तो आप नाश करेगा? നശിപ്പിക്കുകയില്ലെന്ന് പറഞ്ഞു. नहीं करेगा करके बोला। ഞാൻ ഒരു പ്രാവശ്യവും കൂടെ ചോദിച്ചോട്ടെ, और इसी प्रकार बोला, मैं एक और बार मांगो, 30 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? 30 जन है तो उस शहर में आप नाश करेगा क्या? നശിപ്പിക്കുകയില്ലെന്ന് പറഞ്ഞു. उसने बोला नहीं नाश करेगा, പിന്നെയും അവൻ ദൈവസന്നിധിയിൽ അടുത്തു ചെന്ന് നമ്മൾ വായിക്കുന്നു. क्योंकि फिर परमेश्वर का नजदीक आया। നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, और हम एक बात है समझना है, നിരന്തരമായി പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാനായിട്ട് പറ്റത്തുള്ളൂ. और हमेशा निरंतर प्रार्थना करने वाला ही परमेश्वर का नजदीक आ सकता है। അവർക്ക് ദൈവത്തോട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് वो പറ്റും. परमेश्वर से बहुत सारी बातें चर्चा करना है। ബാർഗൈൻ ചെയ്യുന്ന പോലെ ദൈവത്തോട് വാദപ്രതിവാദങ്ങൾ ചെയ്യാൻ പറ്റും. इसी प्रकार जो वाद विवाद बातें करते रहेगा, ദൈവത്തെ കൊണ്ട് ചില കാര്യങ്ങൾ അവർക്ക് സമ്മതിപ്പിക്കാനായിട്ട് പറ്റും. परमेश्वर से कुछ बातें उसको सहमत करवा सकता है। നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. हम निरंतर प्रार्थना करना है। ഹല്ലേലൂയ. हालेलुया। അതുകൊണ്ടാണ് യഹോവയെ ഓർപ്പിക്കുന്നവരെ എന്ന് നമ്മൾ വായിക്കുന്നത്. बाइबल में लिखा है परमेश्वर को स्मरण दिलाने वाला। അതുകൊണ്ടാണ് യഹോവയ്ക്ക് സ്വസ്ഥത കൊടുക്കരുത് എന്ന് നമ്മൾ വായിക്കുന്നത്. और इसलिए परमेश्वर के वचन में लिखा है परमेश्वर को क्या नहीं देना, और आराम नहीं देना। ഒടുവിൽ ദൈവം സമ്മതിച്ചു. परमेश्वर ने क्या किया आखिरी में, അങ്ങനെ 18-ാം അധ്യായത്തിൽ അബ്രഹാം ദൈവത്തിന്റെ കാൽക്കൽ വീണ് കിടന്നു. और इसलिए वचन में लिखा है, और उसका 18 अध्याय में अब्राहम परमेश्वर का पैर में पड़ा था। 19-ാം അധ്യായത്തിൽ ലോത്തിനെ വിടുവിക്കുവാൻ അവൻ മധ്യസ്ഥത ചെയ്തു. और 19वां अध्याय में इब्राहिम और परमेश्वर के बस्ती में मध्यस्थता किया। ദൈവം അബ്രഹാമിനോട് എഗ്രി ചെയ്തു. और परमेश्वर बात से जो सहमत हो गया, അതുകൊണ്ടാണ് 19-ാം അധ്യായത്തിൽ ലോത്ത് രക്ഷപ്പെട്ടത്. इसलिए परमेश्वर हम देखते हैं जो लूत बच गया 19 अध्याय में। പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ രക്ഷപ്പെട്ടതിന് കാരണമുണ്ട്. हम जो बच गया उसका भी कुछ कारण है। നമ്മളിവിടെ ഒരാഴ്ച കഴിഞ്ഞ് ആരാധിക്കാൻ വന്നതിന് കാരണമുണ്ട്. हम एक सप्ताह के बाद आराधना करने का कारण है। ഞായറാഴ്ച ഇവിടെ നിന്ന് നിങ്ങൾ പോയി, और पिछले रविवार को यहाँ से गए, ഈ ഞായറാഴ്ച നിങ്ങൾ തിരിച്ചു വന്നു. और ये रविवार को वापस आया, വേണ്ടതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല, क्योंकि हम बराबर प्रार्थना किया नहीं होगा, ആരാധിച്ചിട്ടുണ്ടാവില്ല. बराबर आराधना भी किया नहीं होगा। എങ്കിലും ദൈവം നമ്മെ ജീവനോടെ കൊണ്ടുവന്നിരിക്കുകയാണ്. और फिर भी परमेश्वर ने हमें जिंदा होकर यहाँ पर लाया। എന്താ കാര്യമെന്നറിയാമോ? उसका कारण क्या है? നിങ്ങൾക്ക് വേണ്ടി ആലയത്തിൽ മധ്യസ്ഥത ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. क्योंकि आपके लिए मध्यस्थता करने वाला कुछ लोग हैं, അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നത്. और दूसरे के प्रार्थना के कारण से हम जिंदा रहता है। വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. विश्वास करने वाला हाथ उठाकर परमेश्वर की महिमा करे। ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രാർത്ഥനകളൊക്കെ ഒരു വലിയ ദൂത് നമുക്ക് നൽകുന്നുണ്ട്. इस प्रार्थना में बहुत बड़ा संदेश है। നമ്മൾ ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ചില മുന്നറിയിപ്പുകൾ നമുക്ക് കിട്ടും. हम रोड से सफर करने का समय में हम देखते हैं कुछ चेतावनी हम सामने है। കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് പോയി. और पिछले में हम एक हॉस्पिटल में गए, അവിടെ എല്ലാം ഒരു ബോർഡ് കാണാം. वहां पर एक और बोर्ड देखा, ഇവിടെ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. यहाँ पर रोड का काम चालू है വാഹനങ്ങൾ ഇതിലെ തിരിഞ്ഞു പോവുക. और गाड़ियां दूसरे रास्ते से जाना। എത്ര വലിയ വണ്ടിയാണെങ്കിലും തിരിഞ്ഞു പോയേ പറ്റത്തുള്ളൂ. क्योंकि कितना भी बड़ी गाड़ी है
उसको मोड़कर वो दूसरे रास्ते से आना पड़ेगा। ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. मैं आपसे ये बताना चाहता हूँ, പിശാച് നമ്മുടെ വീട്ടിലേക്ക് ചില അമ്പുകൾ എഴുതി വിടുന്നുണ്ട്. और शैतान हमारा घर की ओर कई प्रकार का तीर जो लगा देते हैं। നമ്മുടെ തലമുറകളിലേക്ക് പിശാച് ചില അമ്പുകൾ എഴുതി വിടുന്നുണ്ട്. हमारे पीढ़ियों के ऊपर शैतान कुछ तीर छोड़ता है, ചില പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോകുന്നുണ്ട്. क्योंकि कई सारे समस्या हमारे घर में आ रहा है। എന്തൊക്കെയോ പ്രതിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. कई सारे दुर्घटना हमारे घर में होने वाला है। അത് വന്നു കഴിഞ്ഞല്ല നമ്മൾ वो പ്രാർത്ഥിക്കേണ്ടത്. आने के बाद ही प्रार्थना नहीं करना। കഴിഞ്ഞ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. पिछले दिन में 3 दिन का उपवास प्रार्थना था। എന്താണ് പ്രാർത്ഥന എന്നറിയാമോ? प्रार्थना क्या है? നിങ്ങൾ ആരെങ്കിലും വന്നിരുന്നോ? आप लोग कितने लोग आए? വന്നവരൊന്ന് കൈവക്കിക്ക്. पिछले दिन का प्रार्थना में आए वो लोग थोड़ा हाथ उठाकर बताओ कौन कौन प्रार्थना में आए। കുറെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. और कुछ लोग आए। ഈ പ്രാർത്ഥന എന്താണെന്നറിയാമോ? ये प्रार्थना क्या था? ഒരു ബോർഡ് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ്. एक चेतावनी का बोर्ड इसी प्रकार दिखाता है। വർക്ക് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. यहाँ पर काम चालू है, ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. यहाँ पर काम चालू है, ഇങ്ങോട്ട് വരാൻ ഒക്കത്തില്ല. इसलिए इस रास्ते से नहीं आना, നേരെ വഴിയായി പൊക്കോളണം. दूसरे रास्ते से जाना നിങ്ങൾ है। വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് പകൽ? आज आप विश्वास करते हैं क्या? നിങ്ങളുടെ വീട് ലക്ഷ്യമാക്കി വരുന്ന ചില തീയമ്പുകളുണ്ട്. क्योंकि आपका घर की ओर आने वाला कुछ तीर है। നമ്മുടെ കുടുംബത്തിലേക്കും തലമുറയിലേക്കും വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. मेरे और तुम्हारे घर के विरोध में बहुत सारे समस्या आ रहा है, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ബോർഡ് ദൈവം ഉയർത്തുകയാണ്. क्योंकि हम प्रार्थना करने का समय में एक बोर्ड हमारे सामने നമ്മുടെ है। വീട്ടിലേക്ക് അത് വരാൻ ഇനി സാധ്യമല്ല. हमारे घर की ओर वो नहीं आना, നമ്മൾ അതിന്റെ ഗതി തിരിച്ചു വിടുകയാണ്. हम उसका मार्ग अलग करता है, നമ്മളെ വേറെ വഴിയായി വിടുകയാണ്. वो दूसरे मार्ग की ओर हमें उसको भेजता है। പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല. प्रार्थना करने वाले को कोई विपत्ति नहीं ഒരു होगा, ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. कोई भी प्रकार की गलत बातें आपका तंबुओं में नहीं आएगा। ഈ 3 ദിവസത്തെ പ്രാർത്ഥന ഇന്നിവിടെ അവസാനിക്കാൻ പോവുകയാണ്. ये 3 दिन का प्रार्थना यहाँ पर समाप्त हो रहा है। ഇന്ന് പ്രാർത്ഥന അവസാനിക്കും. आज प्रार्थना समाप्त हो जाएगा, നാളെ മുതൽ അതിന്റെ പ്രവർത്തികൾ ദൈവം ആരംഭിക്കും. कल से उसका कार्य परमेश्वर प्रकट करेगा। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। മുൻപേ ചെയ്തു വന്നതുപോലെയുള്ള പ്രാർത്ഥന. यहाँ पर हम देखते पहले से करते आ रहे थे उसी प्रकार का प्रार्थना। ഒരു വിഷയവും ഇല്ലെങ്കിലും പ്രാർത്ഥനയ്ക്ക് വരണം. कोई भी आपको विषय नहीं है तो भी प्रार्थना में आना। എല്ലാ മാസവും നടക്കുന്ന 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നിർബന്ധമായി വരണം. और हर महीने का उपवास प्रार्थना में और जरूर पक्का आना है। അത് വന്നാലേ അടുത്ത മാസം വരാൻ പോകുന്ന ദുരന്തങ്ങൾ വഴിമാറി പോവുകയുള്ളൂ. ऐसा करने से आपका जीवन में अगले महीने आने वाला जो तकलीफ है आपसे दूर हो जाएगा। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। മുൻപേ ചെയ്തു വന്നതുപോലെയുള്ള പ്രാർത്ഥന. पहले से करते आ रहा था उसी प्रकार का प्रार्थना। സ്തോത്രം. हालेलुया। അടുത്ത ഭാഗം എന്നാണെന്നറിയാമോ? अगले जो वचन क्या है? ദിവസം 3 നേരമുള്ള പ്രാർത്ഥന. दिवस में 3 बार प्रार्थना। സ്തോത്രം. प्रेज़ द लॉर्ड। ദിവസം 3 നേരമുള്ള പ്രാർത്ഥന. एक दिवस में 3 बार का प्रार्थना, ദിവസം 3 നേരം വേണം പ്രാർത്ഥിക്കാൻ. और एक दिन 3 बार प्रार्थना करना। ദിവസം 3 നേരം വല്ലതും ചെയ്യുന്നുണ്ടോ? 3 बार प्रार्थना करते हैं क्या? ദിവസം 3 നേരം വല്ലതും ചെയ്യുന്നുണ്ടോ? दिन में 3 बार कुछ करता है क्या? കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. और 3 बार बराबर करता है। കാന കാന खाना खाता है 3 बार। 3 നേരം കൃത്യമായി നടക്കുന്ന കാര്യമാണ് ഖാന. 3 बार और करने वाला काम है खाना खाता है। ഞങ്ങളുടെ നാട്ടിലൊക്കെ 3 നേരമല്ല 7 നേരമാണ് തിന്നുന്നത്. हमारे गांव में 7 बार खाता है, ഇവിടെയൊക്കെ 3 നേരം ഉള്ളെന്ന് തോന്നുന്നു. यहाँ पर 3 ही बार खाता है। അവിടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു കാപ്പി കുടിക്കും. और सुबह सुबह उठते उठते कॉफी पिएगा। അതിന് ബെഡ് കോഫി എന്നാണ് പറയുന്നത്. उसको बेड कॉफी बोलता है, उठने का समय बिस्तर में। ഇംഗ്ലീഷിൽ പറഞ്ഞാലേ സ്റ്റാൻഡേർഡ് ഉള്ളൂ. और इंग्लिश में बोलने से अच्छा लगता है बेड कॉफी, വൃത്തികെട്ട കാപ്പിയാണത്. क्योंकि अच्छा कॉफी नहीं है। പല്ലും തേക്കുകയില്ല, മുഖം കഴുകുകയില്ല.
और मुंह भी ब्रश मुंह भी नहीं धोएगा, ब्रश भी नहीं करे, उससे पहले पीता है। ഞാൻ പറയുന്ന പല്ലിന്റെ ഇടയ്ക്കൊക്കെ ഇരിക്കുന്ന വിടക്ക് അടക്കം കുടിക്കുന്നുണ്ട്. വിടക്ക് കാപ്പി എന്നാണ് അതിന്റെ പേര്, പക്ഷെ ബെഡ് കോഫി എന്നാണ് പറയുന്നത്. उसको बेड कॉफी बोलते हैं, बिडक कॉफी होता है। इसका मतलब दांत के अंदर वो जो कचरा है वो भी अंदर चले जाए രാവിലെ മുതൽ വായ ചലിക്കാൻ തുടങ്ങും. और सुबह से मुंह चालू हो जाएगा। പിന്നെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. उसके बाद ब्रेकफास्ट है, അത് രണ്ടാമത്തെ ഭക്ഷണം. वो दूसरा भोजन है। പിന്നെ വീട്ടിലെ സഹോദരിമാര് ഭക്ഷണം കഴിക്കുന്ന ഒരു 11-11:30 ആകുമ്പോഴാണ്. और घर का बहन लोग थोड़ा 11 बजे के बाद ही नाश्ता करता है, എല്ലാവരും കഴിച്ചതിന്റെ ബാക്കിയൊക്കെ അവർ തിന്നിട്ടുണ്ടാവും. क्योंकि ये सब लोग खाने के बाद जो भी बच जाते हैं वो भी खाता है, അതൊക്കെ ഒരു അരവയറായിട്ട് ഇരിപ്പുണ്ടാവും. क्योंकि आधा पेट खाली रहता है वो भी खा लेता ഒരു है। 11:30 आകുമ്പോഴാണ് അവര് കഴിക്കുന്നത്. वो 11:30 बजे वो खाता है, ഒരു ദോശ മതി അവർക്ക്. क्योंकि तभी एक ही डोसा खाएगा। അതാണ് മൂന്നാമത്തെ നേരം. वही तीसरी बार का खाना। പിന്നെ ഉച്ചയ്ക്കൊന്ന് 4. और दोपहर को एक खाता है बराबर, वो चौथा है। 4 മണിക്ക് പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോൾ അവരോടുകൂടി ഇരുന്ന് എന്തെങ്കിലും കഴിക്കും. 5. और 4 बजे बच्चे लोग स्कूल से आते हैं, उस समय में क्या है, उसके साथ कुछ ना कुछ नाश्ता भी करेगा, चाय भी पिएगा। വൈകുന്നേരം ഒന്ന് 6. और शाम को ये खाता है, वो छठवीं भोजन है। പിന്നെ 7ാമത്തെ നേരം എന്താണെന്നറിയാമോ? 7वीं बार क्या है, അതെല്ലാ വീട്ടിലും ഇല്ല, हर जगह पर नहीं है, തീരെ പാവപ്പെട്ട വീട്ടിലേ ഉള്ളൂ. बहुत गरीब घर में है। കിടക്കാൻ നേരത്തെ ഒരു ഗ്ലാസ് പാല് കുടിക്കും. और सोने से पहले एक ग्लास दूध पिएगा। നമ്മുടെ ചായക്കടയിൽ കിട്ടുന്ന ചെറിയ ഗ്ലാസ് അല്ല, हमारा चाय का दुकान में छोटा सा कप मिलता है, वो नहीं है, ग्लास नहीं है, പുട്ടുംകുറ്റിയുടെ വലിപ്പമുള്ള വലിയ ഗ്ലാസ് ആണ്. और इतना बड़ा ग्लास है, അതിനകത്ത് ഒരു ഗ്ലാസ് പാല്, एक ग्लास दूध, ചെറിയ ബൂസ്റ്റ് ബോൺവിറ്റ ഒക്കെ ഇട്ടേക്ക്, उसके अंदर बूस्ट बॉर्नविटा सब डाल के, 2 പിസ്സായും 2 കശുവണ്ടിപ്പരിപ്പും 2 ഈന്തപ്പഴവും പിന്നെ 2 പൂവമ്പഴവും 2 ഒരു ബണ്ണും ഒക്കെ കൂടെ കഴിക്കും. और उसके साथ कई बन खाएगा, 2 बिस्किट खाएगा, एक केला खाएगा, कुछ ना कुछ उसके समय में सोने से पहले खाता है। എല്ലാം കൂടെ ഒരു 400 ഗ്രാം. और 400 ग्राम खाया, അതാണ് 7ാമത്തെ പ്രാവശ്യം. वही है 7वीं बार। ഞങ്ങള് മലയാളികൾ 7 നേരമാണ് കഴിക്കുന്നത്. इसी प्रकार मलयाली लोग 7 बार खाता है। നിങ്ങൾ 7 നേരം കഴിക്കാറുണ്ടോ? आप लोग 7 बार खाते हैं क्या? 7 നേരം കഴിക്കുമ്പോൾ വായ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. क्योंकि 7 बार खाने वाले के हमेशा मुंह चलते रहेगा, അതാണ് കുഞ്ഞാടുകൾ ദൈവം നമ്മെ വിളിച്ചിട്ട്. കുഞ്ഞാടുകൾ, इसीलिए बोलते हैं मेमना, बोलता है मेमना बकरे। ആട് എപ്പോഴും ഇങ്ങനെ വായിട്ട് അനക്കിക്കൊണ്ടിരിക്കും. और बकरी यहाँ क्या करता है, हमेशा मुंह चबाते रहता है। 119 സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, വായിക്കണ്ട. और 119वां भजन संहिता में ऐसे भजन है, ഞാൻ നിന്നെ ദിവസം 7 പ്രാവശ്യം സ്തുതിക്കുന്നു. और मैं आपको 7 बार आपकी स्तुति करता हूँ। ഇനി പിള്ളേരോടൊരു കാര്യം പറയാൻ പോവാണ്. मैं बच्चे लोगों से एक बात करना चाहता हूँ, ശ്രദ്ധിച്ചിരുന്നോളണം. बच्चे लोग बहुत ध्यान से सुनना है, 7 പ്രാവശ്യം തിന്നുന്നവർ 7 പ്രാവശ്യം പ്രാർത്ഥിക്കണം. क्योंकि 7 बार आप खाता है तो 7 बार प्रार्थना भी करना। 6 പ്രാവശ്യം തിന്നുന്നവർ 6 പ്രാവശ്യം പ്രാർത്ഥിക്കണം. 6 बार खाने वाला 6 बार प्रार्थना करना। 5 പ്രാവശ്യം കഴിക്കുന്നവർ 5 പ്രാവശ്യം പ്രാർത്ഥിക്കണം. 5 बार खाने वाला 5 बार प्रार्थना करना। 3 പ്രാവശ്യമേ കഴിക്കുന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ यदि മതി. आप 3 बार ही खाते हैं तो 3 बार प्रार्थना भी करना। 2 പ്രാവശ്യം കഴിക്കുന്നത് 2 പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ മതി. 2 बार खाने वाला 2 बार प्रार्थना करना। ഒരു നേരമേ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരു നേരമേ തിന്നാവൂ. और एक ही बार आप प्रार्थना करते हैं तो एक ही बार खाने का, എപ്പോഴും തിന്നുന്നവർ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. क्योंकि हर बार जो हमेशा खाते रहने वाला हमेशा प्रार्थना भी करते रहना। പ്രാർത്ഥിക്കാത്തവർ, प्रार्थना नहीं करने वाला खाने का नहीं, പ്രാർത്ഥിക്കാത്തവർ തിന്നരുത്. प्रार्थना नहीं करने वाला खाने का नहीं। പ്രൈസ് ദി ലോർഡ്. Praise the Lord। അപ്പം ദിവസത്തിൽ 3 നേരമാണ് അവർ പ്രാർത്ഥിച്ചത്. और हम देखते हैं उसने 3 बार दानियल प्रार्थना किया, ദാനിയേൽ രാജ്യത്തെ രണ്ടാമനാണ്. क्योंकि दानियल देश का दूसरा अधिपति है, ഉപപ്രധാനമന്ത്രിയാണ് പുള്ളി. और इसका मतलब उप प्रधानमंत्री है, ദിവസം 3 നേരം പ്രാർത്ഥിക്കാൻ നേരമുണ്ട്. क्योंकि उनके पास 3 बार प्रार्थना करने के लिए समय है। ഒന്നാമനാണ് പത്രോസ്, और पत्रोस पहला नंबर का है, രണ്ടാമനാണ് യോഹന്നാൻ. दूसरा नंबर का यूहन्ना यीशु मसीह का चेला, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രാർത്ഥിക്കാൻ നേരമുണ്ട്. क्योंकि उनको दोपहर के बाद 3 बजे प्रार्थना करने के लिए समय है। 9 മണി നേരം പ്രാർത്ഥന സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ എന്നാണ്. और 9वां घड़ी में
और परमेश्वर के मंदिर में प्रार्थना करने के लिए गया 40 വർഷം ഇസ്രായേലിനെ ഭരിച്ച രാജാവാണ് ദാവീദ്. और 40 साल इस्राएल राज्य को शासन किया हुआ राजा है दाऊद. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും പുള്ളി സങ്കടം ബോധിപ്പിച്ച കരയുമായി. क्योंकि सुबह दोपहर को और शाम को उनका हर प्रकार के दुख के साथ प्रभु के वसीले में प्रार्थना करता था राजा. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? आपको कुछ समझ में आया है क्या? രാജ്യം ഭരിക്കുന്ന രാജാവിന് 3 നേരം പ്രാർത്ഥിക്കാൻ നേരമുണ്ട്. देश को शासन करने वाला राजा को 3 बार प्रार्थना करने के लिए समय है. ക്യാബിനറ്റ് റാങ്കുള്ള ദാനിയേലിന് 3 നേരം പ്രാർത്ഥിക്കാൻ നേരമുണ്ട്. कैबिनेट मंत्री था दानियल, वो उसको भी 3 बार प्रार्थना करने के लिए समय है. ലീഡേഴ്സിന് 3 നേരം പ്രാർത്ഥിക്കാൻ നേരമുണ്ട്. लीडर्स को 3 बार प्रार्थना करने के लिए समय है. നമുക്ക് നേരമില്ല. हमारे पास समय नहीं, നമുക്ക് യാതൊരു പണിയുമില്ല. हमारे पास कोई काम भी नहीं, ഒരു പണിയുമില്ലാത്തവർക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല. और कोई काम भी नहीं है, प्रार्थना करने का भी नहीं समय नहीं लेते हैं. പ്രൈസ് ദി ലോർഡ്, Praise the Lord, പ്രൈസ് ദി ലോർഡ്. praise the Lord. മാസത്തിൽ 3 ദിവസം ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കണം. हर महीने में 3 दिन नजर आकर प्रार्थना करना है, ഉപവസിച്ച് പ്രാർത്ഥിക്കണം. उपवास करके प्रार्थना करना है. അങ്ങനെയാണ് ഭക്തന്മാരൊക്കെ കാണിച്ചു തന്ന മാതൃക. ऐसा परमेश्वर ने यीशु मसीह ने नमूना दिया है. 3 നേരം പ്രാർത്ഥിച്ച ദാവീദ് വിജയിയായി മാറി. और 3 बार प्रार्थना किया हुआ दाऊद और दानियल विजयी होकर गया. 3 നേരം പ്രാർത്ഥിച്ച ദാനിയേല് അത്ഭുതകരമായ നിലയിൽ നയിക്കപ്പെട്ടു. और 3 बार प्रार्थना किया हुआ दानियल अद्भुत तौर से आगे बढ़ा. 3 നേരം പ്രാർത്ഥിച്ച പത്രോസ് യോഹന്നാനും അത്ഭുതകരമായ വീര്യപ്രവർത്തികൾ ചെയ്തു. और 3 बार प्रार्थना किया हुआ पत्रोस और यूहन्ना परमेश्वर के लिए और चिन्ह और चमत्कार का काम किया. നമുക്കിതെല്ലാം സാധിക്കും. अपने से सब कुछ होता है. 3 നേരം നമ്മളും പ്രാർത്ഥിക്കണം. हम भी 3 बार प्रार्थना करना है. ഹല്ലേലൂയ. और से बोलिए हालेलुया. 3 നേരം ആഹാരം കഴിക്കാൻ ഇഷ്ടമാണോ? 3 बार खाना खाने के लिए इच्छा है क्या? भोजन करने का इच्छा है? नहीं है. അങ്ങനെയാണെങ്കിൽ 3 നേരവും പ്രാർത്ഥിക്കണം. ऐसा है तो 3 बार प्रार्थना करना. ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാം. और आगे की ओर जाएंगे. മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന. कैसे प्रार्थना किया? घुटना टेक कर प्रार्थना किया. മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന അർത്ഥം എന്നാണെന്നറിയാമോ? घुटना टेक कर कितना समय प्रार्थना किया? എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം? कैसे कैसे प्रार्थना कर सकता है? ഓടി നടന്ന് പ്രാർത്ഥിക്കാം. दौड़ दौड़ के भी प्रार्थना कर सकता है. നടന്ന് പ്രാർത്ഥിക്കാം. चल के भी प्रार्थना कर सकता है. നിന്ന് പ്രാർത്ഥിക്കാം. खड़े होकर प्रार्थना कर सकता है. ഇരുന്ന് പ്രാർത്ഥിക്കാം. बैठ के भी प्रार्थना कर सकता है. ഇത്രയൊക്കെ പ്രാർത്ഥനയ്ക്കുള്ള സൗകര്യങ്ങൾ നമ്മുടെ പള്ളിയിലുണ്ട്. और उसके लिए सुविधा हमारे चर्च में है. ആരാ ഓടി നടന്ന് പ്രാർത്ഥിക്കുന്നത്? कौन है दौड़ दौड़ कर प्रार्थना करते हैं? ദാവീദൊക്കെ ഓടി പോകുമ്പോൾ പാടിയ സങ്കീർത്തനം എന്ന് ബൈബിളിലുണ്ട്. बाइबल में लिखा है दाऊद भागने का समय में लिखा हुआ गाया हुआ भजन संहिता है. അവന്റെ പിറകെ ശത്രു വരികയാണ്. उनके पीछे दुश्मन आ रहा है. അപ്പോഴും അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് പോയത്. कभी भी परमेश्वर की स्तुति करके भाग रहा है. അതവിടെ നിൽക്കട്ടെ. वो छोड़ दो. നെഹമ്യാവ് നടന്നുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. नहम्या चल चल कर प्रार्थना किया. ഈ മതിൽ തകർന്നു പോകുമെന്ന് ശത്രുക്കൾ പറഞ്ഞു. और दुश्मन बोला है उसने बनाया हुआ दीवार टूट जाएगा. അതുകൊണ്ട് അവൻ രാത്രിയിലെല്ലാം നടന്ന് സ്തോത്രം ചെയ്തു. इसलिए वो रात भर चल चल कर प्रार्थना किया. പരീശന്മാർ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ് വായിക്കുന്നത്. फरूसी लोग खड़े होकर प्रार्थना किया करके लिखा है. ഇതിനെല്ലാം സൗകര്യം നമ്മുടെ പള്ളി ചെയ്തിട്ടുണ്ട്. यहाँ पर हमारे चर्च में उसका सुविधा है. സ്തോത്രം. हालेलुया. നമ്മുടെ പിള്ളേർ എപ്പോഴാ പള്ളിയിൽ വരുന്ന അറിയാമോ? हमारे बच्चे लोग चर्च में कभी आते हैं? നമുക്ക് ഓടി നടന്ന് പ്രാർത്ഥിക്കുന്ന സമയം എപ്പോഴാന്ന് അറിയാമോ? हमें दौड़ दौड़ कर प्रार्थना करने का समय कभी है? വളരെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴാണ് ഓടി നടന്ന് പ്രാർത്ഥിക്കുന്നത്. क्योंकि छोटे बच्चे हैं तभी क्या दौड़ दौड़ कर प्रार्थना कर ഈ सकते हैं. പിള്ളേര് പള്ളിയിൽ വരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ये बच्चे लोग कैसे चर्च में आते हैं? അവിടെ വാതിൽ അങ്ങോട്ട് തുറന്നാൽ और वहां पर दरवाजा खोलने से അവര് മുമ്പിൽ വന്നാണ് ഇരിക്കേണ്ടത്. और वो आगे आकर बैठेगा. അവർ ഓടിയാണ് വരുന്നത്. वो दौड़ दौड़ के आते हैं. പിള്ളേർ എപ്പോഴും ഓടിയേ വരത്തുള്ളൂ. बच्चे लोग दौड़ के आते हैं. അപ്പൊ പള്ളിയുടെ മുമ്പിൽ ഇരിക്കേണ്ടത് പിള്ളേരാണ്. और चर्च का आगे बैठने वाले बच्चे हैं. തൊട്ടു പിറകിൽ പഠിക്കുന്ന പിള്ളേരിരിക്കണം. और उसके पीछे पढ़ाई करने वाले बच्चे लोग बैठना है. അതിന്റെ തൊട്ടു പിറകിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേരിരിക്കണം. और उसके पीछे डिग्री में
पढ़ाई करने वाले बच्चे बैठना है। അതിന് പിറകിൽ കല്യാണപ്രായമായ ആളുകൾ ഇരിക്കണം. और उसके पीछे शादी के लिए तैयारी वाला बैठना है। അതിന് പിറകിൽ കല്യാണം കഴിച്ചവരിക്കണം. और उसके पीछे शादी किया हुआ लोग बैठना है। അതിന് പിറകിൽ പിള്ളേരുള്ളവരിക്കണം. और उसके पीछे जिसके पास छोटे बच्चे हैं वो बैठना है। ഏറ്റവും പിറകിൽ ഇനി കല്യാണമേ വേണ്ട എന്നുള്ളവരിക്കണം. और आखिरी में बैठने वाला मुझे शादी नहीं चाहिए ऐसा करके लोग बैठना है। അപ്പൊ ഏതെങ്കിലും ആളുകൾ പിറകോട്ട് ഇറങ്ങി ഇരിക്കുന്നുണ്ടെങ്കിൽ ऐसा कोई पीछे बैठता है तो അവരെ പിടിച്ച് വേഗം പെണ്ണ് കെട്ടിക്കണം. उसको क्या है आगे बिठाना, കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടായി പിറകോട്ട് ഇറങ്ങി ഇരിക്കുന്നേ. क्योंकि कल्याण करके ആഗ്രഹമുണ്ട്. और शादी करने की इच्छा इसलिए पीछे बैठते हैं। അപ്പൊ നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ട അർത്ഥം എന്നാണെന്നറിയാമോ? अब घुटना टेकर प्रार्थना करने का अर्थ क्या है? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. मैं आपसे सवाल पूछना चाहता हूँ, ഓടി നടന്ന് പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങൾക്ക് ഈ കൊച്ചു പിള്ളേരുടെ പ്രായം തന്നു. क्योंकि आपको दौड़ दौड़ कर प्रार्थना करने के लिए ये छोटे बच्चे का उम्र दिया है। അവരൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. ये बच्चे लोग बहुत एक्टिव है। ഇവൻ വന്ന് ഇരുന്ന സമയം മുതൽ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ये आकर बैठा है तब से सोया नहीं है, എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുക. कुछ न कुछ करते रहता है, അവന് ഭയങ്കര ആക്റ്റീവാണ്. बहुत एक्टिव है। അപ്പൊ നിങ്ങൾക്ക് ഓടി നടന്ന് പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങൾക്ക് ബാല്യം തന്നു. इसलिए आपको बचपन का अवस्था दिया, दौड़ दौड़ कर प्रार्थना करने के लिए। നിങ്ങൾക്ക് നടന്ന് പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങൾക്ക് യൗവനം തന്നു. आपको चल चल कर प्रार्थना करने के लिए जवानी की अवस्था दिया। നിങ്ങൾക്ക് നിന്ന് പ്രാർത്ഥിക്കാനായിട്ടും ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ടും നിങ്ങൾക്ക് മധ്യവയസ്കന്റെ പ്രായം തന്നു. आपको मध्य उम्र दिया है, बैठ कर प्रार्थना करे, खड़े रहकर ഇവിടെ प्रार्थना। AC സൗകര്യമുണ്ട്, इसके अंदर एसी है, ഫാനിന്റെ സൗകര്യമുണ്ട്, पंखा भी है, ഇവിടെ ബലൂണൊക്കെ കെട്ടി അലങ്കരിച്ച് വെച്ചിരിക്കുക. बैलून सब बांध कर अलंकार भी किया है। ഒന്നാന്തരം പള്ളിയാണിത്. बहुत अच्छा सुंदर चर्च है, എന്നിട്ട് നമുക്ക് പ്രാർത്ഥനയ്ക്ക് വരാൻ നേരമില്ല. फिर भी हमारे लिए समय नहीं है प्रार्थना में आने के लिए। അപ്പൊ നിന്ന് ഇരുന്ന് ഒക്കെ പ്രാർത്ഥിക്കാം. आपको बैठ कर प्रार्थना कर सकता है। ഇതിനൊന്നും നിങ്ങൾ വന്നില്ലെങ്കിൽ इसमें आप लोग नहीं आते तो മിക്കവാറും കിടന്ന് പ്രാർത്ഥിക്കേണ്ടി വരും. फिर लेट कर प्रार्थना करना ही पड़ेगा। അതിനൊന്നും അവസരം ഉണ്ടാക്കരുത്. ऐसा लेट कर प्रार्थना करने का अवसर नहीं देना। ചില കിടന്നാലും പ്രാർത്ഥിക്കത്തില്ല. कुछ लोग लेटने से भी प्रार्थना नहीं അപ്പൊ പിന്നെ करेंगे। ഞങ്ങൾ എടുത്തോണ്ട് കിടന്ന് പ്രാർത്ഥിച്ചോളാം. वो क्या बोलेगा, वो फिर उठाकर प्रार्थना करवा देगा। മുട്ടുകുത്തുന്നതിന്റെ അർത്ഥം എന്നാന്ന് പറയാൻ പോവാണ്. घुटना टेकर प्रार्थना करना, उसका अर्थ क्या है? നമ്മുടെ റോൾ മോഡൽ ആരാണ്? हमारा जो नमूना कौन है? നമ്മൾക്ക് യേശു ക്രിസ്തുവാണ് നമ്മുടെ हमारा model. यीशु मसीह हमारा नमूना है। ചില ആളുകൾക്ക് വേറെ ആളുകളൊക്കെ മോഡല്. क्यों दूसरे को दूसरा लोग नमूना है? കേരളത്തിലൊക്കെ പിള്ളേരോട് ചോദിച്ചാൽ അവർ പറയും നെയ്മറാണ്, ലയണൽ മെസ്സിയാണ്, അവരൊക്കെയാണ് അവരുടെ മോഡൽ എന്ന് പറയുന്നത്. और हमारे उधर बच्चे लोगों को पूछने से बोलेगा मैं तो मेसी है, തലമുടിയെല്ലാം रेडमैन है जो फुटबॉल वाला, തലമുടിയെല്ലാം ഇങ്ങനെ പൈനാപ്പിൾ പോലെ മേലോട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുക. और उनका बाल है पाइनएप्पल जैसे और ऊपर की ओर ऐसे ही खड़े हैं। ഞാൻ അവരെ ഒരുപാടൊന്നും കുറ്റം പറയുന്നില്ല. मैं उसको कुछ बोलता ही नहीं है। ഞാനും ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. मैं भी छोटा उम्र में ऐसे ही थे। ഇപ്പൊ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുകയില്ല. കണ്ടോ, ഇപ്പൊ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുകയില്ലെന്ന് കണ്ടോ. अभी क्या है, इच्छा तो है बाल रखने के लिए, अभी है ही नहीं। പാസ്സൊക്കൊന്നും പിന്നെ വലിയ കുഴപ്പമില്ല. पास्टर को इतना प्रॉब्लम नहीं है। ഞാൻ നിങ്ങളുടെ ഹെയർ സ്റ്റൈലിനെ കുറിച്ചല്ല പറയുന്നത്, मैं आपका जो हेयर है बाल के बारे में नहीं बोल रहा, നിങ്ങളുടെ ഷർട്ടിനെ കുറിച്ചല്ല പറയുന്നത്, आपका शर्ट के बारे में नहीं, നിങ്ങളുടെ ഡ്രസ്സിന്റെ കളറിനെ കുറിച്ചല്ല പറയുന്നത്. आपका ड्रेस का और कलर के बारे में नहीं। അതൊക്കെ നിങ്ങൾ ആരെങ്കിലും മോഡലാക്കിക്കോ. आप कोई भी किसी का भी मॉडल बनाओ। ലൈഫിന്റെ മോഡൽ ജീസസ് ക്രൈസ്റ്റ് आपका जीवन का मॉडल नमूना यीशु मसीह है। हालेलुया। നിങ്ങൾ പറയുന്ന ഒരാളുടെയും ജീവിതം അനുകരിക്കാൻ കൊള്ളത്തില്ല. हम जिसका भी नाम बोले उसका जीवन हमें अनुकरण करने के लिए लायक नहीं है। അനുകരിക്കുവാൻ കൊള്ളാകുന്ന യേശു മാത്രമേ ഉള്ളൂ. हमें अनुकरण करने के लिए एक ही व्यक्ति यीशु मसीह है। ഹല്ലേലൂയ. हालेलुया। അതുകൊണ്ട് നമുക്ക് യേശു എങ്ങനെയാ പ്രാർത്ഥിച്ചതെന്ന് നോക്കാം. इसलिए यीशु किस प्रकार प्रार्थना किया? യേശു ഗെത്സമനയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചെന്നാണ്. यीशु मसीह गत्समना वाड़ी में घुटना टेक कर प्रार्थना किया। ഞാൻ അതിന്റെ ഒരു ആത്മീക അർത്ഥം പറയാം. उसके आत्मिक अर्थ में बताना चाहता हूँ, ഗെത്സമനയിൽ ആരാണ് ഉള്ളത്? क्योंकि गत्समने में कौन है? वाड़ी में है। ഗെത്സമനയിൽ ആരുമില്ല. गत्समना वाड़ी में कोई नहीं है, അറസ്റ്റ് ചെയ്തപ്പോഴേ ശിഷ്യന്മാർ ഇട്ടേച്ചു പോയി. क्योंकि यीशु मसीह को गिरफ्तार किया तभी और सब चेले लोग भाग गया। പിന്നെ ഉള്ളത് പിതാവാണ്.
तभी पिता परमेश्वर है പിതാവിനോട് യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നു, और पिता परमेश्वर से यीशु मसीह प्रार्थना करते हैं, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണം. क्योंकि पिता हो सके ये दुख का कटोरा मेरे से दूर किया जाए. അപ്പോൾ ആരുടെ മുമ്പിലാണ് യേശു മുട്ടുകുത്തിയത്? किसके सामने यीशु मसीह ने घुटना टेका? പിതാവായ ദൈവത്തിന് മുമ്പിലാണ് യേശു पिता മുട്ടുകുത്തിയത്. परमेश्वर के सामने उसका घुटना टेका. ഹല്ലേലൂയ. हालेलुया. ഗെത്സമനിൽ ആരും ഉണ്ടായിരുന്നില്ല. गत्समने में कोई नहीं था. ഗെത്സമനിൽ നിന്ന് എഴുന്നേറ്റ കർത്താവ് പിന്നെ എന്താ ചെയ്തത്? गत्समने से उठा हुआ यीशु मसीह क्या किया है? പിന്നീട് അവൻ വിസ്തരിക്കപ്പെടുകയാണ്, और वहां पर यीशु मसीह को विस्तार किया गया, അറസ്റ്റ് ചെയ്യപ്പെട്ടു, उसको गिरफ्तार किया, നേരെ ക്രൂശിപ്പാൻ കൊണ്ടുപോവുകയാണ്. उसको क्रूस पर चढ़ाने के लिए लेकर गया. കാൽവറിയിലെ ക്രൂശാണ് രണ്ടാമത്തെ സ്ഥലം. क्योंकि दूसरा जगह है कालवरी का यीशु मसीह का क्रूस का जगह. അവിടെ ആരൊക്കെ ഉണ്ട്? और क्रूस जगह पर जो सलीब लगाया वहां पर कौन कौन है? അവിടെ യോഹന്നാനുണ്ട്, वहां पर यूहन्ना है, അമ്മ മറിയ ഉണ്ട്, हाँ? അമ്മ മറിയ, और यीशु का मां मरियम है, പടയാളികളുണ്ട്, और वहां पर सिपाही लोग हैं. കാണാൻ വന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്, यीशु को देखने वाला बहुत सारे आया, അപ്പുറത്തിപ്പുറത്ത് രണ്ട് കള്ളന്മാരുണ്ട്. और यीशु मसीह के दोनों बगल में एक एक चोर है. നിങ്ങൾ പ്രത്യേകം പഠിക്കണം ഈ കാര്യം. आप लोग ये सीखना है. ഗെത്സമനയിൽ യേശു മുട്ടുകുത്തി. ये गत्समना वाड़ी में यीशु ने घुटना टेका. അവിടെ പിതാവ് മാത്രമേ केवल ഉണ്ടായിരുന്നുള്ളൂ. वहां पर पिता परमेश्वर था. ക്രൂശിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്, और क्रूस के पास बहुत सारे लोग खड़े हैं. അവിടെ പക്ഷെ പിതാവില്ല. वहां पर पिता नहीं है. പിതാവ് ഉണ്ടായിരിക്കാം, पिता हो सकता है. പക്ഷേ യേശു പറയുന്ന വാചകം എന്നാണെന്നറിയാമോ? प्रभु यीशु मसीह ने उनका मुंह से क्या बोला? എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? हे पिता मुझे क्यों छोड़ा है? അവിടെ യേശുവിനെ കൈവിടുന്ന പിതാവിനെയാണ് वो കാണുന്നത്. वहां पर यीशु मसीह को छोड़ा हुआ पिता को हम देखते हैं. പക്ഷെ ഒരു കാര്യം അവിടെ സംഭവിച്ചു. एक बात वहां पर हुआ है, യേശുവിനെ മരണം അടുത്തു വന്ന് വിഴുങ്ങാൻ തുടങ്ങി. क्योंकि यीशु मसीह को मृत्यु आकर निकलने के लिए कोशिश किया. മരണത്തിന്റെ മുമ്പിൽ എല്ലാവരും തോറ്റു കൊടുക്കും, क्योंकि मरण के सामने सब लोग हार जाते हैं തല കുമ്പിടും. और नीचे झुकेगा. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 19:30 വായിക്കുന്നത്, और यूहन्ना का सुसमाचार उसका 19 का 30 में पढ़ते हैं. അവൻ പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം തല ചായ്ച്ചു നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാണനെ വിട്ടു എന്നാണ്. प्रभु यीशु मसीह आखिरी में सिर का पिया और उसका कंधे पर उनका और सिर रखकर और मर गया, सो गया. അതായത് മരണത്തിന് മുമ്പിൽ യേശു തല കുമ്പിട്ടിട്ടില്ല. प्रभु यीशु मसीह मृत्यु के सामने उनका सिर झुकाया नहीं പക്ഷെ है, തലയൊന്ന് ചായ്ച്ചു കൊടുത്തു. और सिर थोड़ा झुकाया. രണ്ടിന്റെ വ്യത്യാസം മനസ്സിലായോ? आपको समझ में आया क्या फर्क है? നിങ്ങളുടെ കുഞ്ഞ് അമ്മിഞ്ഞ പാലിന് വേണ്ടി കരയുന്നു, और आपके बच्चे दूध के लिए जो रो रहा है, നിങ്ങൾ ജോലി എടുത്തോണ്ടിരിക്കുന്നു, आप काम कर रहा है, ശല്യം സഹിക്കവയ്യാതായി, क्योंकि वो बहुत शरारती कर रहे हैं दूध पीने के लिए, നിങ്ങൾ ആ കുഞ്ഞിനെ എടുത്ത് അമ്മിഞ്ഞ പാല് കൊടുക്കുന്നു. और आप उस बच्चे को लेकर दूध पिला रहा है, ക്ഷീണം കൊണ്ട് ആ കുഞ്ഞ് കുടിച്ചോണ്ടിരുന്നപ്പോൾ നെഞ്ചത്ത് ചായുന്നു. और वो बच्चे दूध पीते समय में आपका जो छाती में वो सो गया है, നെഞ്ചത്തെ തല കുമ്പിടുകയല്ല, क्योंकि उसका सिर झुकाया नहीं, തല ചായ്ക്കുന്നു. उसका सिर मोड़ दिया. അതിനർത്ഥം ഉറങ്ങിപ്പോയി എന്നാണ്, इसका मतलब वो सो गया है, അല്ലാണ്ട് ചത്തുപോയി എന്നല്ല. क्योंकि मर गया करके नहीं. ഉറങ്ങിയ കൊച്ചിനെ കണ്ടോണ്ട് എന്റെ കൊച്ചു ചത്തുപോയി ആരും പറയാറില്ല. और सोया हुआ बच्चे को देखकर ओ मेरा बच्चा मर गया करके ആ कोई नहीं बोलते, കൊച്ചിനെ നമ്മള് കൊണ്ടുപോയി തോട്ടിൽ കിടത്തുന്നു. क्योंकि उस बच्चे को जहाँ जो सुलाते वहां पर जाकर सुलाया जाता है. നമുക്കൊരു കാര്യം അറിയാം, हमें एक बात जानता है, ക്ഷീണം കൊണ്ട് ഉറങ്ങിയതാണ്, और थका हुआ था इसलिए सो गया है, ക്ഷീണം കൊണ്ട് തല ചായ്ച്ചതാണ്, और कमजोरी से थकावट से वो सिर कंधे पर रखा, അവൻ എഴുന്നേറ്റ് വരും. वो जल्दी से जल्दी उठेगा, അതിനു മുമ്പേ പണിയെല്ലാം തീർക്കണം. और उससे पहले काम पूरा करना. ഇതാണ് ക്രൂശിൽ സംഭവിച്ചത്. यही क्रूस पर हुआ है. 4000 വർഷങ്ങൾ കൊണ്ട് നടക്കാത്തൊരു കാര്യം 4,000 साल से जो बातें नहीं हुआ ऐसा घटना घटा है. മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾ പരിഹരിക്കുവാൻ और मनुष्य जाति का पापों को परिहार के लिए പിശാചുമായി യേശു മല്ലുപിടുത്തം നടത്തി. शैतान के साथ वो मल युद्ध कर रहा था, 3.5 വർഷം പടവെട്ടി ജയിച്ചു. और 3 साल उसने क्या किया है, युद्ध कर दिया. വളരെ ക്ഷീണിതനായി പോയി. अभी बहुत थक गया. ഒറ്റയ്ക്കാണ് യേശു പടവെട്ടിയത്. यीशु अकेला
युद्ध और जीता। ആ ക്ഷീണം കൊണ്ട് തല ചായ്ക്കുന്ന രംഗമാണ് നമ്മൾ ക്രൂശിൽ കാണുന്നത്. वो थकावट से यीशु मसीह उसका सिर अपना कंधे पर रख दिया ദാഹത്തിന് വെള്ളം ചോദിച്ചിട്ട് പോലും കിട്ടിയില്ല. और जो प्यासा था तभी पानी मांगा फिर भी नहीं मिला. യേശു തല ചായ്ച്ചു. यीशु मसीह अपना कंधे पर सिर रख दिया. തല ചായ്ച്ച യേശുവിനെ അവര് അരിമത്യക്കൻ യോസേഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. ओ यीशु मसीह को अरिमत्य यूसुफ का खबर पर रख दिया. യേശു ഉറങ്ങാൻ പോയ സ്ഥലമാണത്. और यीशु मसीह सोने के लिए गया हुआ जगह है. അമ്മ തൊട്ടിലിന് സമാനമായ സ്ഥലമാണ് യോസേഫിന്റെ കല്ലറ. बच्चे को जैसे जगह पर सुलाता है उसी प्रकार का जगह है. और अरिमत्य यूसुफ का जो और वाड़ी. മൂന്നാം ദിവസം കർത്താവ് ഉറക്കം എഴുന്നേറ്റു. और तीसरा दिन में प्रभु यीशु मसीह नींद से उठा. അവൻ എഴുന്നേറ്റു വന്നു. ओ उठकर आया. ആദ്യം ചോദിച്ച ചോദ്യം എന്നാണെന്നറിയാമോ? आप पहले यीशु मसीह ने उठने के बाद क्या पूछा? ഹേ മരണമേ നിന്റെ ജയം എവിടെ? हे मृत्यु तुम्हारा जय कहाँ ഹേ है? പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ? और ये अधोलोक तुम्हारा ढंग कहाँ है? ഒന്നുകൂടെ ഞാൻ പറയാം. और एक बात मैं कहना चाहता हूँ. ഗദസമനയിൽ മുട്ടുകുത്തിയാൽ गत समय में घुटना टेकने से കാൽവറിയിൽ ജയിക്കാം. और कालवरी क्रूस पर वो जयशाली बनेगा. പിതാവിന് മുമ്പിൽ മുട്ടുകുത്തിയാൽ पिता परमेश्वर के सामने घुटना टेका മനുഷ്യന്റെ മുൻപാകെ മുട്ടുകുത്തേണ്ടി വരില്ല. मनुष्य के सामने घुटना टेकने का अवस्था नहीं आएगा. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. विश्वास करने वाले बोलिए हालेलुया. ദൈവത്തിന്റെ മുൻപാകെ മുട്ടുകുത്താൻ പഠിച്ചാൽ आप परमेश्वर के सामने घुटना टेकने के लिए सीखता है तो മനുഷ്യന്റെ മുൻപാകെ മുട്ടുകുത്തേണ്ടി വരില്ല. मनुष्य के सामने आपका घुटना टेकने का अवसर नहीं मिलेगा. ദൈവത്തിന്റെ മുൻപാകെ കരയാൻ പഠിച്ചാൽ परमेश्वर के बस्ती में रोने के लिए सीखेगा. മനുഷ്യന്റെ മുൻപാകെ കരഞ്ഞ് കാണിക്കേണ്ടി വരില്ല. मनुष्य के सामने आपको रोने का अवस्था नहीं आएगा. ദൈവത്തോട് ചോദിക്കാൻ പഠിച്ചാൽ परमेश्वर से आप मांगने के लिए सीखेगा. മനുഷ്യന്റെ മുൻപാകെ തെണ്ടി നടക്കേണ്ട ഗതികേട് വരില്ല. मनुष्य के सामने हाथ वालने का अवस्था नहीं आएगा. ദൈവത്തിന്റെ മുൻപാകെ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ परमेश्वर के बस्ती में उपवास और प्रार्थना करने के लिए सीखता है तो ജയകരമായ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകും. आपको जय के जीवन परमेश्वर देगा. ഹല്ലേലൂയ. हालेलुया. ദൈവത്തിന്റെ മുൻപാകെ തോറ്റു കൊടുക്കുക. और परमेश्वर के बस्ती में हार जाए നിങ്ങൾ മനുഷ്യന്റെ മുൻപാകെ ജയിച്ചവരായി മാറും. ताकि आप मनुष्य के सामने जयशाली जयवंत होगा. हालेलुया. हालेलुया. യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. प्रभु यीशु मसीह घुटना टेकर प्रार्थना किया. നമുക്ക് ദൈവത്തിന് മുൻപാകെ മുട്ടുകുത്താം. हम परमेश्वर के बस्ती में हमारे घुटना टेकेंगे. മുട്ടുകുത്തുന്നവർക്കെല്ലാം ഒരു ജയമുണ്ടാകും. घुटना टेकने वाले को परमेश्वर की जय देगा. യഹൂദന്മാർക്കൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട് പ്രാർത്ഥിക്കുമ്പോൾ. यहूदी लोगों को प्रार्थना करने के समय में उनके शरीर में वो अनुभव करता है. അവരൊക്കെ രണ്ട് മുഴങ്കാലും മടക്കും. और उनका दोनों घुटना टेकता है. അതിന്റെ നടുവിലോട്ട് തല വെക്കും. उसके बीच में उसका और सिर को उतार देगा. പൂഴ്ത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. उसी प्रकार सिर अंदर घुसा कर प्रार्थना करते हैं. അതുകൊണ്ടൊരു പ്രത്യേക പദപ്രയോഗമുണ്ട് ബൈബിളിൽ. उसके लिए बाइबल में इसी प्रकार का एक पद दिया गया है. അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാരെ കണ്ടു. अब्राहम सिर उठा कर देखा 3 पुरुषों को देखा. ഇസഹാക്ക് തല പൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. और इसहाक अपना सिर उठा कर देखा और ऊँटों आते हुए देखा. ഏലിയാവ് തല പൊക്കി നോക്കിയപ്പോൾ കടലിൽ നിന്ന് ഒരു മേഘം പൊങ്ങുന്നത് കണ്ടു. और एलिया अपना सिर उठा कर देखा तभी दरिया से और जिस प्रकार हाथ का पंजा जैसे और बादल का चिन्ह देखा. 3 ദിവസമായി നമ്മൾ തല കുമ്പിട്ട് കിടക്കുകയാണ്. क्योंकि 3 दिन से हमारा सिर झुका हुआ है. ഹല്ലേലൂയ. हालेलुया. നിങ്ങളുടെ തല ഉയർത്തുന്ന ഒരു സമയം വരും. आपका सिर को उठाने वाला एक दिवस आएगा. നിങ്ങളുടെ മറുപടി ദൈവദൂതൻ വാതിൽക്കൽ വരുന്ന ഒരു സമയം വരും. क्योंकि आपका जवाब स्वर्गदूत आपके फाटक के पास लाने वाला एक समय है. ഒട്ടക കൂട്ടങ്ങൾ ദൈവസഭയിലേക്ക് വരുന്ന ഒരു സമയം വരും. और ऊँटों का झुंड आपका कलीसिया में आते हुए देखेगा. സഭയ്ക്ക് മീതെ കൈ പോലൊരു മേഘം പോകുന്ന സമയം വരും. परमेश्वर का कलीसिया के ऊपर हाथ के पंजा जैसे प्रभु का हाथ उड़ते हुए देखेगा. വിശ്വസിക്കുന്നവർ കരങ്ങൾ ചേർത്തടിച്ച് विश्वास करने वाला ताली बजाकर परमेश्वर की महिमा करे. പ്രാർത്ഥിക്കുന്ന हालेलुया. സഭ, പ്രാർത്ഥിക്കുന്ന സഭ, हालेलुया. പ്രാർത്ഥിക്കുന്ന സഭ. हालेलुया. हालेलुया.
ഞാൻ അവസാനത്തെ കാര്യം പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. आखिरी बातें बोलकर मैं समाप्त करता हूँ. സ്തോത്രം ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥന धन्यवाद के साथ प्रार्थना करना. നമുക്ക് വളരെ കുറവാണത്. बाइबल में हम देखते हैं धन्यवाद करके प्रार्थना बहुत कम है हो. നമ്മൾ പ്രാർത്ഥിച്ചു അത് ഞങ്ങൾ പോവുകയായിരുന്നു. क्यों हम प्रार्थना करके चले जाता है. അങ്ങനെ പോകരുത്. ऐसे जाने का नहीं. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. प्रार्थना करने के बाद धन्यवाद बोलते रहना. പ്രാർത്ഥനയ്ക്ക് മുൻപ് സ്തോത്രം പറയുന്ന ആള് ബൈബിളിലുണ്ട്. और प्रार्थना से पहले धन्यवाद बोलने वाला बाइबल में है. പ്രാർത്ഥനയ്ക്ക് ശേഷം സ്തോത്രം പറയുന്ന ആള്. प्रार्थना का बाद ही धन्यवाद बोलने वाला वचन है. പ്രാർത്ഥനയ്ക്ക് മുൻപ് സ്തോത്രം പറയുന്ന ആളുടെ പേരാണ് മത്തന്യാവ്. और प्रार्थना से पहले धन्यवाद देने वाला था मत्तन्या. നെഹമ്യാവ് 11:17 और नहम्या 11 अध्याय का 17 कलम में लिखा है. ഇയാള് പ്രാർത്ഥനയ്ക്ക് മുമ്പേ സ്തോത്രം ചെയ്യുമെന്നാണ് പറയുന്നത്. क्योंकि ये प्रार्थना से पहले परमेश्वर का बहुत धन्यवाद करते रहेगा. അപ്പൊ പ്രാർത്ഥനയ്ക്ക് മുമ്പേ സ്തോത്രം ചെയ്യണം. और प्रार्थना चालू होने से पहले धन्यवाद देते रहना. അതിന് പ്രാർത്ഥനയ്ക്ക് മുമ്പേ വരണം. इसलिए प्रार्थना चालू होने से पहले चर्च में आना. ആരാധനയ്ക്ക് മുമ്പേ സ്തോത്രം ചെയ്യണം. आराधना चालू होने से पहले धन्यवाद करते रहना. അതിന് ആരാധനയ്ക്ക് മുമ്പേ വരണം. इसलिए आराधना में पहले आना. പാട്ട് പാടുന്നതിന് മുമ്പേ സ്തോത്രം ചെയ്യണം. गीत गाने से पहले धन्यवाद देना. അപ്പൊ പാട്ടുകാര് നേരത്തെ വന്ന് സ്തോത്രം ചെയ്യണം. इसलिए गीत गाने वाला पहले से आकर धन्यवाद करना. അല്ല പാട്ടിന്റെ സമയത്ത് വന്നേ ചില ഇതെല്ലാം കൂടെ പിടിപ്പിക്കുന്നത്. हाँ, गीत का समय में आकर ये एडजस्ट नहीं करना. നേരത്തെ വന്ന് സ്തോത്രം ചെയ്യണം. जल पहले से आकर इसका साफ सेटिंग അങ്ങനെ करना. നേരത്തെ സ്തോത്രം ചെയ്യുന്നവന്റെ പേരാണ് മത്തന്യാവ്. हाँ, ऐसा करने वाला व्यक्ति का नाम है मथन्या. അങ്ങനെ ഒരു വാക്യം ഉണ്ട്. ऐसा एक वचन है. ഇനി പ്രാർത്ഥനയ്ക്ക് ശേഷം സ്തോത്രം പറഞ്ഞ ആളുടെ പേരാണ് ദാനിയേൽ. और प्रार्थना के बाद धन्यवाद देने वाले व्यक्ति का नाम है दानियल. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദാനിയേൽ പറഞ്ഞു പ്രാർത്ഥിച്ചുകാരൻ നടന്നതിനായി സ്തോത്രം. प्रार्थना करने के बाद दानियल ने कहा हे परमेश्वर प्रार्थना का उत्तर दिया, धन्यवाद हो गया. ഹല്ലേലൂയ. हालेलुया. ഞാൻ സ്തോത്രത്തിന്റെ വെയിറ്റ് നിങ്ങൾക്ക് അറിയാമോ? और अब धन्यवाद का वजन कितना है आपको मालूम है? അതിന്റെ ഗാംഭീര്യം നിങ്ങൾക്കറിയാമോ? और उसका गंभीरता क्या है मालूम है? അതിന്റെ ഫലം എന്താണ് നിങ്ങൾക്കറിയാമോ? उसका फल क्या है, परिणाम क्या है मालूम है? ഈ സ്തോത്രം എന്ന് പറഞ്ഞ 2 അക്ഷരമേ ഉള്ളൂ. और धन्यवाद का ऐसे ही शब्द है. ഈ 2 അക്ഷരമുള്ളതെല്ലാം വലിയ അപകടം പിടിച്ച സാധനമാണ്. क्योंकि 2 शब्द वाला सब क्या है, कुछ खतरा है. ബോംബ് എന്നൊക്കെ പറഞ്ഞ 2 അക്ഷരമേ ഉള്ളൂ. बॉम्ब का 2 शब्द है, അത് 2 अक्षर है. അത് പണ്ടെങ്ങാണ്ട് അമേരിക്ക നാഗസാക്കിയിലും ഹിരോഷിമയിലും വിട്ടതാണ്. क्योंकि पहले अमेरिका हिरोशिमा में यूरोप में फेंका डाला हुआ चीज है. ഇപ്പോഴും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. अभी भी उसका शक्ति वहां पर कार्य कर रहा है. അതിനേക്കാൾ പവർ ഉള്ളതാണ് उससे भी सामर्थ्यशाली है परमेश्वर का धन्यवाद. അതിനേക്കാൾ പവർ ഉള്ളതാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. उससे भी शक्तिशाली है परमेश्वर की स्तुति. സ്തുതിച്ചാൽ എന്ത് സംഭവിക്കും നിങ്ങൾക്കറിയാമോ? स्तुति करने से क्या हो जाएगा? എബ്രായ ലേഖനത്തിൽ ഒരു വേദഭാഗം ഞാൻ പറയാം. और हिब्रू का इब्रानी में ऐसा भजन है. അവിടെ 11-ാം അധ്യായത്തിൽ उसका 11 अध्याय അവിടെ 14 വിധ റാങ്കുകൾ കിട്ടിയവരെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. और 14 प्रकार का रैंक मिला हुआ लोगों के बारे में देखते हैं. സിംഹത്തിന്റെ വായടച്ചു, और कोई सिंह का मुंह बंद कर दिया, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, और कमजोरी निर्बलता में वो शक्ति प्राप्त किया, വാളിന്റെ വാഴ്ത്തലയെ തെറ്റിച്ചു കളഞ്ഞു, और तलवार से वो बचा है, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, और कमजोरी में सामर्थ पाया है, മരിച്ചവരെ തിരിച്ചു പിടിച്ചു, और मरा हुआ लोगों को वापस लाया है, രാജ്യങ്ങളെ പിടിച്ചടക്കി. और राज्यों को उसने कब्जा किया है. ഇതൊക്കെ സ്തോത്രം പറഞ്ഞപ്പോഴാ ദൈവത്തെ സ്തുതിച്ചപ്പോഴാ സംഭവിച്ചത്. ये सब क्या परमेश्वर की स्तुति करने से हो गया. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. യെരിഹോവിന്റെ മതിൽ ഇടിഞ്ഞത് ദൈവത്തെ സ്തുതിച്ചപ്പോഴാണ്. परमेश्वर की स्तुति करने का समय में एरियो का दीवार टूट गया. ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടത് സ്തുതിക്കുന്നവർ മുമ്പിൽ വന്നപ്പോഴാണ്. और स्तुति करने वाले के सामने लाल समुद्र 2 भाग हो गया. നിങ്ങൾ സ്തുതിക്കാൻ ആരംഭിച്ചാൽ അനേക അത്ഭുതങ്ങൾ നടക്കും. आप स्तुति करने के लिए शुरू करेगा, चमत्कार आपके जीवन में होगा. ഞാൻ വാഹനം ഓടിക്കുന്ന ഒരാളാണ്. मैं गाड़ी चलाने वाला एक व्यक्ति है. ഒരുപാട് കിലോമീറ്റർ വണ്ടി ഓടിച്ചു. बहुत सारे किलोमीटर गाड़ी चला है. മൊത്തം 5-ാമത്തെ വണ്ടിയാണ് ഞാനിപ്പോ ഓടിക്കുന്നത്. अभी 5वां गाड़ी चलाता है. അത് 4 വർഷം കൊണ്ട് 1,00,000 കിലോമീറ്റർ കഴിഞ്ഞു. और 4 साल हो गए, वो भी 1,00,000 किलोमीटर हो गया. ഞാൻ രാത്രിയെല്ലാം കൺവെൻഷൻ കഴിഞ്ഞ് ഒറ്റയ്ക്കാണ് വണ്ടി ഓടിച്ച് കാർ ഓടിച്ച് പോകുന്നത്. मैं रात को कन्वेंशन के बाद गाड़ी चला के अकेला जाता है. ഒരു ദിവസം ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോ एक रात ऐसा गाड़ी चला के जाते समय में ഒന്ന് മയങ്ങിപ്പോയി.
एक बार थोड़ा सा सोया ഒരു വലിയ ലോറി വന്നെ മുമ്പിൽ വന്നു നിന്നു. और मैंने देखा एक गाड़ी ट्रक आकर आगे खड़े അയാൾ हैं। ഇങ്ങനെ ഹോൺ അടിച്ചു. वो लोग क्या किया है, हॉर्न बजाया എനിക്ക് മനസ്സിലായി എന്റെ കയ്യിൽ കുഴപ്പമുണ്ടായിരുന്നു. और मुझे मालूम पड़ गया मेरे में कुछ प्रॉब्लम है। ഞാൻ ബ്രേക്ക് ചവിട്ടി നിർത്തി. मैंने जो ब्रेक लगा दिया, എന്നാൽ അങ്ങേരോട് ഒരു ക്ഷമ പറഞ്ഞേക്കാമെന്ന് എനിക്ക് തോന്നി. मेरे को ऐसा लगा था उनसे जाकर एक क्षमा मांगेंगे। ഞാൻ ഗ്ലാസ് താഴ്ത്തിയിട്ടു. मैं ग्लास नीचे कर दिया തല വെളിയിലോട്ട് ഇട്ടു. और सिर बाहर कर दिया ചേട്ടാ ക്ഷമിക്കണമെന്ന് പറയാൻ തുടങ്ങിയതാണ്. और मैंने ऐसे ही बोल रहा था मेरे से क्षमा करना। അയാൾ 5 കിലോ തൂക്കമുള്ള ഒരു 5-6 ചീത്ത എന്നോട് പറഞ്ഞു. और वो कम से कम 5 किलो का गाड़ी मुझे दे दिया। ഞാൻ പെട്ടെന്ന് തല അകത്തോട്ടിട്ട് मैं सिर अंदर डाल दिया ഈ പാതിരാത്രി വല്ല ചീത്ത കേൾക്കാൻ പോട്ട കാര്യമുണ്ടോ? और आधी रात्रि में और गाली सुनने की क्या जरूरत है। ഇപ്പൊ ഞാൻ ഗ്ലാസ് താഴ്ത്താറില്ല. इसलिए मैं आज ग्लास नीचे नहीं करता വണ്ടിക്ക് അകത്തിരുന്നുകൊണ്ട് ഇങ്ങനെ കാണിക്കും. और हाँ गाड़ी के अंदर से हाथ जोड़कर बताता। ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. मैं एक सवाल करना നിങ്ങൾ चाहता हूँ, എത്രയോ കിലോമീറ്റർ വണ്ടി ഓടിച്ചിരിക്കുന്നു. और कितना किलोमीटर गाड़ी चलाया। നിങ്ങൾ പറയുമായിരിക്കും आप बोलेगा ഞാൻ വീശി എടുത്തത് കൊണ്ട് ആ പവർ ബ്രേക്ക് ആ പവർ സ്റ്റിയറിംഗ് അതൊന്നുമല്ല നിങ്ങൾ വിടുവിക്കപ്പെട്ടത്. क्योंकि मैं तो बहुत लंबा खींचा चलाया, मेरा गाड़ी का पावर ब्रेक है इसलिए मैं बच गया। അങ്ങനെ ഇടിക്കേണ്ട സന്ദർഭത്തിലൊക്കെ നമ്മൾ നീട്ടി പ്രാർത്ഥിച്ചൊന്നുമില്ല. क्योंकि हमने ऐसा लंबा प्रार्थना तो नहीं किया ऐसा घटने का समय में, അതിനുള്ള സമയമില്ല. उसके लिए समय नहीं है। ഒറ്റ വാക്കേ നിങ്ങൾ പറഞ്ഞുള്ളൂ. और ये केवल एक ही बात कहा, നിങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്തു. हम परमेश्वर का धन्यवाद किया। നിങ്ങൾ ധന്യവാദം എന്ന് പറഞ്ഞാൽ ഈ സ്തോത്രം എന്ന് परमेश्वर का हम धन्यवाद करने से, ആ ഒരൊറ്റ പറച്ചിലാണ് എസ്സി ലോറി വരെ മാറിപ്പോയത്. और ऐसा तो उसी शब्द में गाड़ी भी हट जाएगा। വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ സ്തോത്രം ചെയ്യണം. विश्वास करने वाला धन्यवाद बोले हालेलुया। തന്നെ ഭയങ്കര ശക്തിയുണ്ട്. ऐसा उसमें बहुत सामर्थ्य ഞാൻ है। ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ एक പോകുന്നു. और बात बोलकर समाप्त करता हूँ। ഇസ്രായേൽ എന്ന രാജ്യത്തെ തകർക്കുവാൻ മിദ്യാന്യർ വന്ന് തമ്പടിച്ചു കിടക്കുകയാണ്. और इस्राएल राज्य को खत्म करने के लिए मिद्यानी करके मिद्यान का देश का लोग आकर छावनी किया है। മിദ്യാന്യർ എവിടെ കിടക്കുന്നു? मिद्यानी लोग इधर हैं, ഇസ്രായേൽ അങ്ങ് മാറി കിടക്കുന്നു. इस्राएल थोड़ा बगल में है। അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടു. ऐसे एक स्वप्न देखा, ഒരു യവത്തപ്പം ഉരുണ്ട മിദ്യാന്യ പടക്കളത്തിലേക്ക് വരുന്നു. एक जौ का रोटी रुड़ते रुड़ते और मिद्यानी लोगों का छावनी में आ गया। അവരങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് വെട്ടി കൊന്നു കളഞ്ഞു. और वो आपस में लड़कर एक दूसरे को मार दिया യുദ്ധം ഇസ്രായേൽ ജയിച്ചു. और युद्ध इस्राएल जीत गया। ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാൻ പോവാണ്. मैं आपको एक होमवर्क देना चाहता हूँ। ഉറങ്ങുന്നവരെല്ലാം ശ്രദ്ധിച്ചോളണം. सोने वाला सब याद करना देखना, ഹോംവർക്ക് തരാൻ പോവാണ്. मैं आपको होमवर्क देने वाला है। വലിയ യവത്തപ്പം एक बहुत बड़ा रोटी, जौ का रोटी ഒരു പടക്കളത്തിലേക്ക് ഉരുണ്ടു വരികയാണ്. एक छावनी में और उड़कर आ रहा है। ഗോതമ്പിനേക്കാൾ വില കുറവാണ് യവത്തിന്. और गेहूं से कम भाव है जौ का। നമ്മുടെ ദോശക്കല്ലിൽ എത്ര ദോശ ചൂടും? हमारा डोसा बनाने वाला वो पत्थर में कितना डोसा बनाएगा? 6 ചൂടുമായിരിക്കും. और 6 डोसा बनाएगा। നെയ്റോസ്റ്റാണ് ഒരെണ്ണം ചൂടാൻ പറ്റത്തുള്ളൂ. और नहीं रोस्ट करके लंबा डोसा है तो एक ही മസാല बना, ദോശ ഒരെണ്ണം ചൂടാൻ പറ്റത്തുള്ളൂ. और दूसरा बहुत बड़ा है तो एक ही कर सकता है। ഞാൻ ചോദിക്കുന്ന ഒരു പടക്കളം എന്ന് പറഞ്ഞ് 220 ഏക്കറുണ്ട്. ഒരു യുദ്ധക്കളം. और एक और छावनी जो युद्ध का मैदान मतलब 220, അതായത് ഇസ്രായേൽ ആളുകൾ വന്ന് ഇങ്ങനെ തമ്പടിക്കുന്ന क्योंकि 220 लोग वहां पर आकर एक साथ है अब और रहने वाला तंबू है। അപ്പൊ മിദ്യാനിൽ കിടക്കുന്ന 10-200 ഏക്കർ സ്ഥലത്താണ്. और मिद्यानी लोग और यहाँ पर हम देखते हैं कम से कम 200 एकड़ जमीन में है। അതിനെ വന്നൊരു യവത്തപ്പം മൂടുകയാണ്. क्योंकि उसके ऊपर एक जौ का रोटी आकर उसको मार रहा, गिरा रहा है। എന്നാ വലിയ യവത്തപ്പമാ. और कितना बड़ा जौ का रोटी है। ഇങ്ങോട്ട് നോക്ക, എന്റെ മുഖത്തോട്ട് നോക്ക. इधर मेरा चेहरे की ओर देखो। ഈ 200 ഏക്കർ വലിപ്പമുള്ള യവത്തപ്പം ഏത് ദോശക്കല്ലേലാ ചുട്ടത്? क्योंकि 200 और 200 एकड़ जैसा जमीन जैसे है, इतना हमें बहुत बड़ा जौ का रोटी कौन सा पत्थर में और उसको और बनाया है। അത് ഒരു കല്ലേലും ചുട്ടതല്ലെന്ന്. कोई भी पत्थर में बनाया नहीं है, അത് ദൈവത്തിന്റെ അത്ഭുതമാണ്. परमेश्वर का चमत्कार है। ആ അത്ഭുതം ഇന്ന് പകൽ ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. आज वो चमत्कार यहाँ पर भी होगा। നമ്മളൊരു ദോശക്കല്ല് ഒരു യവത്തപ്പം ചൂടാൻ പോവുകയാണ്. हम भी जौ का रोटी बनाने वाला है। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ തയ്യാറാണോ?
आप तैयार हैं? നമ്മുടെ വലിയ യവത്തപ്പം ചുടാൻ പോവുകയാണ്. हम बहुत बड़ा जौ का रोटी बनाने वाला है. എന്തിനാണെന്നറിയാമോ? किस लिए? ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് നീ ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് പിശാച് നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട്. और उपवास प्रार्थना के बाद अब आकर आ जाओ करके शैतान हमें चुनौती दे रहा നീ है. ആരാധനയ്ക്ക് പോയിട്ട് ഇങ്ങോട്ട് വാ. तुम आराधना में जाकर इधर आ जाओ. നമ്മുടെ തലയ്ക്ക് വില പറയുന്ന മിഥ്യാന്യ ശക്തികൾ ചുറ്റുപാട് തമ്പടിച്ചു കിടക്കുന്നുണ്ട്. हमारे विरोध में अपना सिर उठाने के लिए, खत्म करने के लिए कोशिश करना वाला जो मिद्यानी शक्ति है, നിന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്ന പിശാചുകൾ ചുറ്റുമുണ്ട്. और तुमको निकलने के लिए कोशिश करने वाला शैतानी शक्ति है. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. हमारे जो हथियार जो शारीरिक नहीं है, നമുക്കതിനെ സ്തോത്രം പറഞ്ഞു വേണം ജയിക്കാൻ. इसलिए हमें धन्यवाद बोलते हुए उसको जीतना है. ഹല്ലേലൂയ. हालेलुया. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. मैं एक और बात कहना चाहता हूँ. ഒരു ധന്യവാദം പറയാൻ എത്ര ശബ്ദമുണ്ട് നിങ്ങൾക്ക്? आपको धन्यवाद करके बोलने में कितना शब्द है? ഒരാൾ ഒരു ധന്യവാദം പറഞ്ഞ കേക്കട്ടെ. एक व्यक्ति बोलिए എത്ര ശബ്ദം? कितना शब्द होते हैं धन्यवाद में? മോള് പറ. कितना अक्षर है उसमें? ധന്യവാദം പറഞ്ഞു. कितना अक्षर है? दा, हाँ, सा, അറിയാവുന്നവര് പറ. धन्यवाद 4.5. ബൈബിൾ കോളേജിലെ പിള്ളേരെല്ലാം കൂടെ ഒരു സ്തോത്രം പറഞ്ഞു. 4 अक्षर. ആ ബൈബിൾ കോളേജിലെ പിള്ളേരെല്ലാം കൂടെ ഒരു ധന്യവാദം പറഞ്ഞു കേക്കട്ടെ. आप लोग एक धन्यवाद बोलो. അത് നമ്മളൊരു വലിയ കുളം, हम बहुत बड़ा एक कुंड है, ഒരു കല്ലെടുത്തിട്ടു एक पत्थर फेंका ചെറിയൊരു ഓളം ഉണ്ടായി. क्योंकि वहां पर थोड़ा लहरें आया, അത് അതിന്റെ കരയിൽ വരെ എത്തുകയില്ല. क्योंकि उसका किनारे तक वो लहर नहीं आएगा, കല്ല് എടുത്തിട്ടുകൊണ്ടിരിക്കണം. और पत्थर डालते रहना. ഇവരുടെ സ്തോത്രം കേട്ടിട്ട് इसका धन्यवाद सुनने से ദോശയുടെ വലിപ്പമേ ഉള്ളൂ. एक छोटा दोसा का उतना ही है. ഇനി സഹോദരിമാരുടെ സ്തോത്രം പറഞ്ഞു. बहन लोग एक धन्यवाद बोलो. അപ്പൊ ഒരു മസാല ദോശയുടെ വലിപ്പം. एक मसाला डोसा का जो उतना है. ഇനി നിങ്ങൾ ഒരെണ്ണം പറഞ്ഞു. आप लोग एक बोलो. അപ്പൊ അത് കുറച്ചും കൂടെ വലിപ്പമായി. थोड़ा और नई रोस्ट जैसे हो ഇനി ആ गया. കസേര ഇരിക്കുന്ന അവര് മാത്രം ഒന്നും പറഞ്ഞു. और कुर्सी वाला केवल बोलिए धन्यवाद. ഈ ധന്യവാദം എല്ലാം പറയുമ്പോ എന്തോ സംഭവിക്കുന്ന അറിയാമോ? ये धन्यवाद बोलने के समय क्या होता है? അങ്ങനെ കൂടെ കൂടെ കല്ലിട്ടുകൊണ്ടിരിക്കുക. क्योंकि पत्थर डालते रहता है, അതിന്റെ തിരമാല വലുതായിക്കൊണ്ടിരിക്കുക. क्योंकि उसका लहरें बड़ा बड़ा हो जाते हैं, വലിയ യവത്തപ്പം ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. क्योंकि ये बहुत बड़ा जौ का रोटी बन रहा है. ആ റൊട്ടി നമ്മൾ ഉരുട്ടി വിടാൻ പോവുകയാണ്. वो रोटी हमें यहाँ से रोड़ाने वाला है. അത് ഉരുട്ടി വിടാൻ പോവുകയാണ്. ये इसी प्रकार यहाँ से फेंकने वाला है. പിശാചുകൾ ചുറ്റും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. शैतान हमारे चारों तरफ देखते रहता ആ है, പടക്കളത്തിലേക്ക് ചെന്ന് യവത്തപ്പം മാറാൻ പോവുകയാണ്. क्योंकि वो मैदान में, छावनी में ये जौ का रोटी रुड़ने वाला है. ഒരല്പനേരം ഒന്ന് സ്തോത്രം ചെയ്തേ. मिलकर हम परमेश्वर का धन्यवाद करें. കരങ്ങളും ചേർത്തടിച്ച് ദൈവത്തെ ओ ആരാധിച്ചേ. ताली बजाकर परमेश्वर के महिमा ഒരു करें. മിനിറ്റ് ദൈവത്തെ അങ്ങ് ആരാധിച്ചേ. थोड़ी देर परमेश्वर की आराधना ഒരു करें. വലിയ हालेलुया, हालेलुया, हालेलुया. ഹല്ലേലൂയ. ഒരു യവത്തപ്പൻ രൂപപ്പെട്ടു വരട്ടെ. एक जौ का रोटी बनने दो. അതിനെ ഒന്ന് ഉരുട്ടി വിടാൻ നമുക്ക്. ओ शैतान का छावनी की ओर उड़ा दे. നിറഞ്ഞ പാളയങ്ങൾ പകരട്ടെ. शैतान का छावनी टूटे. പൈശാചിക ശക്തികൾ തകർന്നു മാറട്ടെ. शैतानी शक्ति टूटे. രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. शैतानी बंधन टूटे. സകല കെട്ടുകളും പൊട്ടി മാറട്ടെ. शैतान का बंधन टूट जाए. സ്തോത്രം, സ്തോത്രം. हालेलुया. धन्यवाद, 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 धन्यवाद. ഹല്ലേലൂയ. हालेलुया. 6 വിധത്തിലുള്ള പ്രാർത്ഥന उसी प्रकार का 6 प्रकार का प्रार्थना, അത് ഫലം കാണുവാനായി തീർന്നു. उसके लिए बहुत परिणाम हो गया. നമുക്കതുപോലെ പ്രാർത്ഥിക്കാം. हम भी उसी प्रकार प्रार्थना करें. പ്രശ്നങ്ങളെ അതിജീവിക്കാം. हमारे जीवन का समस्या का उत्तर हम पाए. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. प्रभु हम सबको आशीष करे.